നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറിലെ വിവരങ്ങൾ പുറത്തുവിടണമെന്ന് പ്രതിപക്ഷം. കേന്ദ്ര വാണിജ്യ മന്ത്രി കാർഷിക മേഖല തുറന്നു കൊടുത്തിട്ടില്ലെന്ന് പറയുമ്പോഴും തീരുവയിലും ഒളിച്ചുകളിയെന്നാണ് ആരോപണം. ട്രംപിന്റെ അവകാശങ്ങൾ ശരിയോ തെറ്റോ? റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് ഇന്ത്യ തുടരുമോ? അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഇറക്കുമതി തീരുവ പൂർണ്ണമായും ഒഴിവാക്കിയോ? ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ തീരുവ 18% കുറച്ചത് ഗുണമോ? കരാർ പുറത്തുവിട്ട ട്രംപ് ഇന്ത്യയുടെ പരമാധികാരത്തെ ചോദ്യം ചെയ്തു. രാജ്യത്തെ ജനങ്ങൾക്ക് അറിയാൻ അധികാരമുണ്ടെന്ന് കോൺഗ്രസ്. പാർലമെന്റിൽ പ്രധാനമന്ത്രിക്ക് ഇന്ന് സംസാരിക്കാനായില്ല. മോദിക്ക് ഭയമെന്ന് പ്രിയങ്ക ഗാന്ധി. ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറിൽ ട്രംപ് പറഞ്ഞതിനപ്പുറം വിശദീകരണത്തിന് മടി കാട്ടുന്നത് എന്തിന്? പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യും. ഇറക്കുമതി തീരുവ 50% കൂട്ടിയ ട്രംപ് ഇന്ത്യക്ക് മുന്നിൽ വഴങ്ങിയെന്നായിരുന്നു ഇന്നലത്തെ വിവരങ്ങൾ. എന്നാൽ വ്യാപാര കരാറിലെ രഹസ്യങ്ങൾ ഇനിയുമുണ്ടെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. ട്രംപ് പറഞ്ഞതുപോലെ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് ഇന്ത്യ നിർത്തുമോ? ഇക്കാര്യത്തിൽ ഇതുവരെ ഔദ്യോഗികമായിട്ടുള്ള ഒരു സ്ഥിരീകരണം കേന്ദ്ര സർക്കാരിൽ നിന്ന് ഉണ്ടായിട്ടില്ല. അതുപോലെ വ്യാപാര കരാറിലെ മറ്റ് വിവരങ്ങൾ എന്താണ് എന്ന് കേന്ദ്ര സർക്കാർ വിശദമാക്കണമെന്നാണ് പ്രതിപക്ഷം ഇന്ന് ആവശ്യപ്പെട്ടത്. ബജറ്റ് സമ്മേളനത്തിൽ ഇന്ന് മറുപടി പ്രസംഗം നടത്താനിരുന്നതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. എന്നാൽ പാർലമെന്റ് പ്രക്ഷുബ്ധമായതിനെ തുടർന്ന് അദ്ദേഹത്തിന് മറുപടി പ്രസംഗം നടത്താനായില്ല. മോദിക്ക് ഭയമെന്നായിരുന്നു പ്രിയങ്ക ഗാന്ധിയുടെ വാക്കുകൾ. മറ്റു വിഷയങ്ങൾ കൂടി ഇന്ന് പാർലമെന്റിൽ ചർച്ചയ്ക്ക് വരികയും ബഹളത്തിന് കാരണമാവുകയും ചെയ്തിട്ടുണ്ട്. എങ്കിലും ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ അത് ദുരൂഹമാണെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. വരും ദിവസങ്ങളിലും ഈ വിഷയം തുടർന്ന് ഉന്നയിക്കുവാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനവും പാർലമെന്റിന് അകത്തും പുറത്തും. പി ശ്യാംരാജ്, ശ്രീ സേനാപതി വേണു, ശ്രീ MS വേണുഗോപാൽ എന്നിവർ ചേരുകയാണ്. ആദ്യം ശ്രീ സേനാപതി വേണു, ഈ മോദി പറഞ്ഞത് വിശ്വസിച്ചുകൊണ്ട് മാത്രമാണോ ഇപ്പോൾ പ്രതിപക്ഷത്തിന്റെ ഈ കേന്ദ്ര സർക്കാരിനെതിരായ നീക്കം? കേന്ദ്ര സർക്കാർ വിശദമാക്കി. പീയൂഷ് ഗോയൽ പാർലമെന്റിലും പറഞ്ഞു കഴിഞ്ഞു, കാർഷിക മേഖലയ്ക്ക് ഒരു കോട്ടവും സംഭവിക്കുകയില്ല, രാജ്യ താൽപര്യങ്ങളെ ഒരു തരത്തിലും ബാധിക്കാത്ത രീതിയിലാണ് ഈ കരാർ വരാൻ പോകുന്നത് എന്ന്. എന്നിട്ടും എന്തുകൊണ്ട് കോൺഗ്രസിന് അവിശ്വാസം? അല്ല, പീയൂഷ് ഗോയല് പറഞ്ഞതിനെ നമുക്ക് മുഖവിലേക്ക് എടുക്കാം എന്ന് തന്നെ വിചാരിക്കുക. അവിടെ US അഗ്രികൾച്ചർ സെക്രട്ടറിയുടെ ഇന്നലത്തെ വാർത്താ സമ്മേളനത്തിലെ അദ്ദേഹത്തിന്റെ പ്രസ്താവന ഇന്ത്യൻ കാർഷിക വിപണി തുറന്നു കിട്ടും എന്നുള്ളതാണ്. ഇന്ത്യൻ കാർഷിക വിപണി തുറന്നു കിട്ടും എന്നുള്ളത് നമുക്കറിയാം. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ വിപണി തുറന്നു കിട്ടിയാൽ 140 കോടി ജനങ്ങളുടെ മാർക്കറ്റാണ്. ഒരുപക്ഷെ യൂറോപ്യൻ രാജ്യങ്ങളും സ്കാൻഡിനേവിയൻ രാജ്യങ്ങളും ഇല്ലെങ്കിൽ ഈ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളും എല്ലാം ചേർന്നാൽ പോലും ഇത്രയും ഒരു പോപ്പുലേഷൻ വരുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുമായിട്ട് നമ്മൾ കരാർ വെച്ചു. അവിടെ 26 രാജ്യങ്ങൾ ഈ കരാറിൽ ഒപ്പിടുമ്പോഴും അവരുടെ ജനസംഖ്യ എന്ന് പറയുന്നത് നമ്മുടെ ജനസംഖ്യയുടെ പകുതിയേ വരുള്ളൂ. അപ്പോൾ അമേരിക്കയെ സംബന്ധിച്ച് ഒരു വലിയ അവസരം ഒന്ന് തുറന്നു കിട്ടിയിരിക്കുകയാണ്. കാരണം ഇന്ത്യൻ വിപണി. അപ്പം നമുക്കറിയാം, നമ്മുടെ ഒരു കാർഷിക മേഖലയുടെ ഇപ്പോഴുള്ള ഒരു പരിമിതി എന്താ? നമ്മൾ മോഡേണൈസേഷന്റെ പാതയിലാണ്. ഇപ്പോൾ പഞ്ചാബിലോ ഹരിയാനയിലോ ചെന്നാൽ ട്രാക്ടർ ഉപയോഗിച്ച് നിലം ഉഴുന്നു. പക്ഷേ ആന്ധ്രയിലും കർണാടകത്തിലും നമ്മളിപ്പോഴും ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ കലപ്പ ഉപയോഗിച്ച് നിലം ഉഴുതുന്ന കൃഷിക്കാരനെയാണ് നമ്മൾ കാണുന്നത്. എന്ന് പറഞ്ഞാൽ അവൻ പരമ്പരാഗതമായ രീതിയിൽ കൃഷി ചെയ്ത് അതിൽ നിന്നുള്ള പരിമിതമായ ഒരു ലാഭമാണ് ഉണ്ടാകുന്നത്. ഇപ്പോൾ അമേരിക്കയിൽ ഇങ്ങനെ നൂതന ശാസ്ത്ര സാങ്കേതിക വിദ്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഈ കൃഷി ഉൽപ്പന്നങ്ങൾ ഇന്ത്യൻ വിപണിയിലേക്ക് ഒരു കണക്കുമില്ലാതെ ഇതിങ്ങനെ കടന്നു വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇവിടുത്തെ പരമ്പരാഗത കാർഷിക മേഖലയ്ക്ക് ഉണ്ടാക്കുന്ന ഒരു പ്രശ്നം. രണ്ട്, ക്ഷീരമേഖല ഉണ്ടാവില്ല എന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു കഴിഞ്ഞുവല്ലോ. പാർലമെന്റിൽ തന്നെ അദ്ദേഹം ഇക്കാര്യം പറഞ്ഞു. കാർഷിക മേഖല തുറന്നു കൊടുത്തിട്ടില്ല, ക്ഷീരമേഖല തുറന്നു കൊടുത്തിട്ടില്ല എന്ന്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, എന്തുകൊണ്ട് ഇത് അവിശ്വസിക്കുന്നു? അമേരിക്കയുടെ വാദം അംഗീകരിക്കുന്നു എന്നുള്ളതാണ്. ട്രംപിന്റെ ട്വീറ്റിലും ഉണ്ടായിരുന്നു. ശരിയാണ്, കാർഷിക മേഖലയും അദ്ദേഹം ഉൾപ്പെടുത്തിയിരുന്നു. പക്ഷേ കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ വ്യക്തമാക്കിയല്ലോ, ഇതാണ് കാർഷിക മേഖല ഉണ്ടാവില്ല, ക്ഷീരമേഖലയും ഉണ്ടാവുകയില്ല എന്ന്. ഞാൻ അപ്പോഴാണ് നമ്മുടെ ചോദ്യം വീണ്ടും വരുന്നത്. രണ്ട് പേർ തമ്മിൽ ഒരു കരാർ ഉണ്ടാക്കി കഴിയുമ്പോൾ ആ കരാറിലെ ഒരു കക്ഷി പറയുകയാണ് ഇന്നതാണ് വ്യവസ്ഥ എന്ന് പറയുന്നു, അടുത്ത കക്ഷി പറയുന്നു വ്യവസ്ഥ ഇതല്ല എന്ന് പറയുമ്പോൾ അപ്പോൾ അതിനകത്ത് ദുരൂഹതയുണ്ടല്ലോ. വ്യവസ്ഥ ക്ലിയർ ആണെങ്കിൽ രണ്ടുപേരും പറയണമല്ലോ, ഞാൻ 50,000 രൂപയ്ക്കാണ് സ്ഥലം വാങ്ങിച്ചിരിക്കുന്നത്, ഞാനും പറയണം, അടുത്ത കക്ഷിയും പറയണം. ഇത് അമേരിക്ക പറയുന്നു വിപണി തുറന്നു കിട്ടിയിരിക്കുകയാണ്, അല്ലെങ്കിൽ തുറന്നു കൊടുക്കാൻ പോകുന്നു, അതിൻ്റെ അകത്ത് ക്ഷീരമേഖലയും കൂടി ഉൾപ്പെടുത്താൻ പോകുന്നു. നമുക്കറിയാം, അമേരിക്കയിലൊക്കെ ക്ഷീരകൃഷി എന്ന് പറഞ്ഞാൽ വലിയ വ്യവസായമാണ്. ഫാമുകൾ 1000, 2000, 3000 കന്നുകാലികളെ ആധുനിക രീതിയിൽ വളർത്തുന്നു. അവരെ കറവയന്ത്രം ഉപയോഗിച്ച് പാല് ഉൽപ്പാദിപ്പിക്കുന്നു. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ ക്ഷീരമേഖല എന്ന് പറഞ്ഞാൽ ഇപ്പോഴും
പരമ്പരാഗതമായി 4 കന്നുകാലിയോ 10 കന്നുകാലിയോ വീടിന്റെ പിറകിലോ പിന്നാമ്പുറത്തോ വളർത്തി അതിന് തീറ്റ ഇട്ട് കൊടുത്ത് ആ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന കൃഷിക്കാരനാണ് പാലും മോരും നെയ്യും ഒക്കെ വിറ്റ് അവൻ ജീവിക്കുന്നത്. അപ്പോൾ അമേരിക്കയിൽ നിന്ന് ഇത് ഇങ്ങനെ തുറന്നു, ഇപ്പം പീയൂഷ് ഗോയലിനെ നമ്മൾ അവിശ്വസിക്കുന്നില്ല. പക്ഷേ നമുക്കിപ്പോൾ കിട്ടുന്ന ഒരു വിവരം എന്താ, അത് അമേരിക്കയുടെ ഭാഗത്തു നിന്ന് അമേരിക്ക ഈ കരാറിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഇതിങ്ങനെ അവർ പറയുമ്പോൾ അത് അങ്ങനെ അല്ല എങ്കിൽ പിന്നെ എന്തുകൊണ്ട് ഇതിന്റെ അതേ വിവരങ്ങൾ കൃത്യമായിട്ട് പുറത്തുവിടുന്നില്ല? പി ശ്യാംരാജ്, അങ്ങനെ രഹസ്യങ്ങൾ ഈ കരാറിൽ ഉണ്ടെന്നാണല്ലോ ഇപ്പോഴത്തെ ആരോപണം വന്നിരിക്കുന്നത്. അതിന് കാരണം ഈ കരാറിലെ വിവരങ്ങൾ പുറത്തു വിടാത്തതാണ്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ റഷ്യയിൽ നിന്നുള്ള എണ്ണ വാങ്ങുന്നത് ഇന്ത്യ നിർത്തുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിലും അതിനെക്കുറിച്ച് മിണ്ടുന്നുമില്ല. ശ്യാംരാജ്, നോക്കൂ മഞ്ജുഷ, ഇവിടെ പ്രശ്നം എന്താ വെച്ചാൽ നോക്കൂ, ഇവിടെ സംയുക്ത പ്രസ്താവനയൊക്കെ വരാൻ വേണ്ടിയിട്ട് പോകുന്നതേ ഉള്ളൂ. അപ്പൊ ഇതെല്ലാം നമ്മൾ വായുവിൽ നിന്നുള്ള ചില കണക്കുകൾ എടുത്തിട്ട് ചില ഊഹങ്ങൾ എടുത്തു വെച്ചിട്ട് പറയുകയാണ് ഇതെല്ലാം. ഇത് പ്രധാനമന്ത്രി കഴിഞ്ഞ 1 വർഷമായിട്ടും അതിനു മുമ്പ് ഇപ്പൊ ഈ തീരുവയൊക്കെ ഉയർത്തിയ സമയം മുതൽ പ്രധാനമന്ത്രി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നമ്മുടെ നാട്ടിലെ കർഷകരെ, പ്രത്യേകിച്ച് ക്ഷീരകർഷകർ പോലെയുള്ള ആളുകളെ ബാധിക്കുന്ന ഏതെങ്കിലും ഒരു തീരുമാനം യാതൊരു കാരണവശാലും കേന്ദ്രം എടുക്കുകയില്ല എന്ന് പ്രധാനമന്ത്രി നേരിട്ട് തന്നെ നമ്മളോട് പറഞ്ഞതാണ്. നിലവിൽ ഈ കരാറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ പൂർണ്ണമായിട്ട് നമ്മുടെ കയ്യിലോട്ട് മുമ്പിലോട്ട് വരാൻ വേണ്ടിയിട്ട് പോകുന്നതേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഈ വായുവിൽ കാണുന്ന കണക്കുകൾ കണക്ക് കൂട്ടിയിട്ട് അങ്ങനെ പറയുന്നത് ശരിയാണ്. ട്രംപ് അപ്പോൾ പറഞ്ഞ കാര്യം അതിനുള്ള മറുപടി ഇന്ത്യ കൊടുക്കേണ്ടതല്ലേ? അതല്ലെങ്കിൽ രാജ്യ താല്പര്യത്തിന് എതിരായിട്ടല്ലേ അത് വരികയുള്ളൂ? ട്രംപ് അവകാശവാദം ഉന്നയിക്കുകയാണ് ഇന്ന കാര്യങ്ങളാണോ ഉള്ളത് എന്ന്. അപ്പോൾ അങ്ങനെയല്ല എന്ന് കേന്ദ്രം പറയുന്നുമില്ല. പീയൂഷ് ഗോയൽ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടും അതിലെ റഷ്യൻ എണ്ണയുടെ കാര്യത്തിലൊക്കെ മൗനം പാലിക്കുകയാണ്. അല്ല നോക്കൂ, അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നോക്കൂ, നമ്മളൊരു ഉത്തരവാദിത്തമുള്ള ഒരു രാജ്യമാണ്. ട്രംപ് ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് അറിയുകയും ചെയ്യാം. അപ്പൊ നമ്മളൊരു ഇപ്പൊ ഇതിനകത്തൊരു വിരോധാഭാസമായിട്ട് എനിക്ക് തോന്നുന്നത്, ഇപ്പൊ അമേരിക്ക ഈ തീരുവയൊക്കെ വർദ്ധിപ്പിച്ച സമയത്ത് നമ്മൾ ഇവിടെ വലിയൊരു ചർച്ച ഉണ്ടായത് കേന്ദ്ര സർക്കാരിനും മോദി ഗവൺമെന്റിനും അമേരിക്കയുമായിട്ട് ചർച്ചകൾ നടത്താൻ വേണ്ടിയിട്ടും അവരെ നമ്മുടെ വരുതിക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിച്ചില്ല എന്നുള്ള ഒരു ചർച്ചയായിരുന്നു ഇവിടെ നടന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ തീരുവ വീണ്ടും 18% കുറച്ചപ്പോൾ അതിനുള്ള തെറ്റുകൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണ് ഇവിടെ. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ ഭാഗത്തു നിന്നുള്ള കൃത്യമായിട്ടുള്ള പ്രസ്താവനകൾ വരും. എപ്പോഴാണ് സംയുക്ത പ്രസ്താവന വരാൻ വേണ്ടിയിട്ട് പോകുന്നുള്ളൂ. എന്തായാലും ഈ കരാറ് ആരും അറിയാതെ ഒളിച്ചു വെക്കാനൊന്നും പറ്റത്തില്ലല്ലോ. ഇപ്പൊ യൂറോപ്യൻ യൂണിയനുമായിട്ടുള്ള കരാർ വന്നതിന് ശേഷം നമ്മൾ അടുത്ത ലോകം തന്നെ ശ്രദ്ധിക്കുന്ന ഒരു കരാർ കൊണ്ടുവന്നതാണ്. ആ കരാറിലെ കാര്യങ്ങള്, വസ്തുതകൾ എന്തായാലും മറച്ചു വെക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പോ അതെന്തായാലും ജനങ്ങൾക്ക് മുമ്പിലോട്ട്, നിങ്ങൾ മാധ്യമങ്ങളുടെ മുമ്പിലോട്ടൊക്കെ വരുമല്ലോ. ആ ഒരു സമയത്ത് നമുക്ക് ഇതിനകത്ത് കൃത്യമായിട്ട് അറിയാൻ വേണ്ടിയിട്ട് സാധിക്കും. പിന്നെ ഈ ഇന്ധനത്തിന്റെ കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ നയം എന്ന് പറയുന്നത് അന്നും ഇന്നും എന്നും എവിടെ നിന്നാണോ നമുക്ക് ഏതൊരു ഉൽപ്പന്നവും ഏറ്റവും വില കുറച്ച് കിട്ടുന്നത് നമ്മൾ അവിടെ നിന്ന് വാങ്ങുക എന്നുള്ളത് തന്നെയാണ്. ഇപ്പോ റഷ്യ നമുക്ക് വില കുറച്ച് തരാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ടുണ്ട്. അതിൽ വില കുറച്ചിട്ട് അമേരിക്ക തരാൻ വേണ്ടി തയ്യാറാണ്, നമ്മൾ തീർച്ചയായിട്ടും വാങ്ങും. അതിന്റെയും വിവരങ്ങൾ പൂർണ്ണമായിട്ട് വരാൻ വേണ്ടിയിട്ട് പോകുന്നേ ഉള്ളൂ. നമ്മളെ സംബന്ധിച്ചിട്ട് രാജ്യ താല്പര്യമാണ് വലുത്. അതിനപ്പുറത്തേക്ക് ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഏതൊരു രാജ്യവും അങ്ങനെ തന്നെയായിരിക്കും. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഒരു ഉടമ്പടി ഉണ്ടാക്കുന്നു, ഒരു ഡീൽ ഉണ്ടാക്കുന്നു, അതിൽ നമ്മുടെ താല്പര്യങ്ങളെ കുറിച്ചിട്ട് നമ്മൾ സംസാരിക്കുന്നു. അതെല്ലാം കഴിഞ്ഞതിന് ശേഷമല്ലേ ഇന്നലെയുമായിട്ട് ഇപ്പൊ പീയൂഷ് ഗോയലിന്റെ ഉൾപ്പെടെയുള്ള സ്റ്റേറ്റ്മെന്റ് പുറത്തു വന്നിട്ടുണ്ടല്ലോ. അതിൽ അദ്ദേഹം എന്താണ് പറഞ്ഞത്? അദ്ദേഹം എടുത്തു പറഞ്ഞില്ല, ഏതെങ്കിലും രീതിയിൽ നമ്മുടെ രാജ്യത്തെ ബാധിക്കുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും, അതിനകത്ത് കരാറുകൾ ഉണ്ടാവുകയില്ല. അത് എടുത്തെടുത്ത് എത്രയോ തവണ നമ്മൾ കരാർ പൂർണ്ണ രൂപത്തിലായിട്ടില്ല. അപ്പോൾ അതിനുശേഷം എന്തായാലും കരാർ മറച്ചു വെക്കാനാവില്ലല്ലോ. അത് എന്തായാലും പുറത്തു വിട്ടേ പറ്റുകയുള്ളൂ. അപ്പോൾ ഈ ഘട്ടത്തിൽ പുറത്തു വിടണം. ഇത് പുറത്തു വിടാതെ ഇത് ഗോപ്യമായി വെച്ചിരിക്കുന്നു. അതാണല്ലോ നമ്മുടെ ആരോപണം. ഇപ്പോ ഇന്നലെ അമേരിക്ക, ഇല്ലെങ്കിൽ അമേരിക്കയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഈ കാര്യം പറയുമ്പോൾ ഗോപ്യമായിട്ട് വെച്ചു അല്ല, അമേരിക്കയുടെ ആളുകൾ ഈ കാര്യങ്ങൾ പറയുമ്പോൾ അതിന് സമാന്തരമായി നമ്മളും പറയണമല്ലോ. നമ്മളും പറയേണ്ട കാര്യങ്ങൾ എന്താണ്? ഇപ്പോൾ റൂബി മാർക്കോയുമായിട്ട് ഇന്ന് ചർച്ച നടത്തുന്നത് ജയശങ്കർ. അതിനുശേഷം അമേരിക്കക്കാരന് ഈ കാര്യം വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കരാറിൽ ഇന്നതാണ്, മാർക്കറ്റുകൾ തുറന്നു കിട്ടാൻ പോകുന്നു. അതുപോലെ തന്നെ ഈ റഷ്യയുമായിട്ടുള്ള എണ്ണ കരാർ. ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത് ആ ഒരു കരാർ നമുക്ക് റദ്ദാക്കാനായിട്ട് പറ്റത്തില്ല. ഒന്ന്, ഈ ഉക്രൈൻ യുദ്ധം നിൽക്കുന്നുകൊണ്ടാകാം റഷ്യ ലോക മാർക്കറ്റിലെ നിലവിലെ റേറ്റിനേക്കാൾ കുറഞ്ഞ നിരക്കിലാണ്, ഇപ്പോഴും കുറഞ്ഞ
$100 നമുക്ക് എണ്ണ തന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവർക്ക് പണത്തിന്റെ ആവശ്യമുണ്ട്. ഇനി നമ്മൾ അതിൻ്റെ അകത്തുള്ള ധാർമ്മികത അധാർമികത അതൊക്കെ പിന്നീട് ചോദ്യം ചെയ്യാം. ഇവിടെ ശ്യാമരാജ് പറഞ്ഞ പോലെ വില കുറച്ചിടത്ത് നമുക്ക് കിട്ടുക എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വെനസ്വേല പോലെ ഒരു ഇൻഡിപെൻഡന്റ് രാജ്യത്തിന്റെ പ്രസിഡന്റിനെ പിടിച്ചുകൊണ്ടുപോയി തടവിലാക്കിയിട്ട് അവർ ക്യാപ്ചർ ചെയ്തിരിക്കുന്ന ഒരു നാട്ടിൽ നിന്നുള്ള എണ്ണ അത് എത്ര കാലത്തേക്ക് അല്ലെങ്കിൽ എത്ര സമയത്തേക്ക്, ഇതൊക്കെ ലോകത്ത് ഏതായാലും ഇതിനെക്കുറിച്ചൊക്കെ ചോദ്യം പറച്ചിലും ഒക്കെ ഉണ്ടാവുമല്ലോ, അത് നമുക്ക് തരാൻ കഴിയുമോ എന്നുള്ള ഒരു ചോദ്യം ഇവിടെ നിൽക്കുക. മറിച്ച് റഷ്യയുമായിട്ടുള്ള നമ്മുടെ എണ്ണ ഡീല് എന്ന് പറയുന്നത് അത് പരമ്പരാഗതമായിട്ടാണ്. അത് ലോക മാർക്കറ്റിൽ ഇപ്പൊ $142 ബാരൽ, $142 ഒരു ബാരലിന് വില നിന്ന കാലഘട്ടത്തിലും നമ്മൾ റഷ്യയിൽ നിന്ന് അവർക്ക് ഷെൽസാം ഉൽപാദനം വന്നതോടുകൂടി ആ ഇന്ധനവും കൂടി നമ്മൾ മേടിക്കുന്ന ഒരു കാലമുണ്ടായി. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഇതിന്റെ ലഭ്യത സോഴ്സ് ദീർഘകാലം നിലനിൽക്കുന്നത് റഷ്യയുമായിട്ടാണ്. അത് മാത്രമല്ല പരമ്പരാഗതമായി പല ഘട്ടങ്ങളിലും അതിപ്പോൾ 71 യുദ്ധത്തിലാണെങ്കിലും അതിനുശേഷമാണെങ്കിലും ഈ ലോക മാർക്കറ്റിലുള്ള സംഘർഷകാലത്തും ശീതയുദ്ധകാലത്തും ഒക്കെ നമ്മൾ റഷ്യയുടെ ഒരു പക്ഷത്ത് നിൽക്കുന്നതാണ് എന്നുള്ളത് ചേരിചേരാ നയം നിലനിർത്തുമ്പോൾ തന്നെ. അപ്പോൾ നമുക്ക് അങ്ങനെ പെട്ടെന്ന് ഇപ്പോൾ റഷ്യയുമായിട്ടുള്ള ഈ കരാർ റദ്ദ് ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ കഴിയുവാണെങ്കിൽ പിന്നെ നമ്മൾ ഏകപക്ഷീയമായി അമേരിക്കയുടെ ഒരു പക്ഷത്തിലേക്ക് പോകുന്നു എന്നുള്ള എന്തായാലും അതൊക്കെ കരാറിലെ വിവരങ്ങൾ പുറത്തു വരട്ടെ, അന്നേരമേ അത് കൂടുതലായിട്ട് ചർച്ച ചെയ്യാൻ. പക്ഷെ അത് ട്രംപാണ് അത് പറഞ്ഞത്. അപ്പോൾ അത് ഉണ്ടോ ഇല്ലയോ എന്ന് പറയാൻ പറ്റും. ഇന്ത്യക്ക് അത് പറഞ്ഞിട്ടില്ല. ശ്രീ എം എസ് വേണുഗോപാൽ ഒരു പോയിന്റ് മഞ്ജുഷ ഒറ്റ കാര്യം പറഞ്ഞോളൂ. ഹലോ മഞ്ജുഷ ഒറ്റ കാര്യം. ഇപ്പോ ഇത് നോക്കൂ, ഇതിപ്പോ ഇദ്ദേഹം തന്നെ പറഞ്ഞു കഴിഞ്ഞ് റഷ്യയുമായിട്ടുള്ള കരാർ റദ്ദാക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ല എന്ന്. അപ്പൊ അവിടെ അദ്ദേഹത്തിന് സംശയം അവിടെ തന്നെ മാറിയല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്. ഈ എയറിൽ പറയുന്ന കാര്യങ്ങൾ നമ്മൾ വന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ വെറുതെ പറയുന്നതിനപ്പുറം അദ്ദേഹത്തിന് തന്നെ അതിനകത്ത് സംശയമില്ല എന്ന്. അത് അങ്ങനെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏറ്റവും കുറഞ്ഞ വില കുറച്ച് കിട്ടുന്നത് ഉൽപ്പന്നങ്ങൾ എവിടെയാണ് കിട്ടുന്നത് അതങ്ങനെ തന്നെയാ വരൂ. അതിന് നിങ്ങൾ ടെൻഷൻ ആവണ്ടാന്ന്. നിങ്ങൾ ടെൻഷൻ ആവണ്ട. രണ്ടാമത്തെ കാര്യം, റഷ്യയുമായിട്ടുള്ള നമ്മുടെ സഹകരണം നമ്മൾ എവിടെയെങ്കിലും അവിടെ സ്റ്റോപ്പ് ചെയ്യും നമ്മൾ പറഞ്ഞിട്ടുണ്ടോ? റഷ്യയുമായിട്ട് നമ്മളുടെ സഹകരണം എനർജിയേക്കാൾ കൂടുതൽ ഡിഫൻസിലാണ്. പരമ്പരാഗതമായിട്ട് ഇന്ത്യയും റഷ്യയുമായിട്ടുള്ള ഏറ്റവും കൂടുതൽ സഹകരണം എന്ന് പറയുന്നത് നമ്മുടെ ഡിഫൻസിലാണ്. ഇപ്പൊ ബ്രഹ്മോസ് അടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് വരുന്നു, അല്ലെ S-400 അടക്കമുള്ളവർ നമ്മൾ ഒരുമിച്ച് ഡെവലപ്പ് ചെയ്യുന്നു. അത് അന്നും ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. പിന്നെ സ്വാഭാവികമായിട്ട് ആത്മനിർഭർ ഭാരത് എന്നുള്ളൊരു കൺസെപ്റ്റില് നമ്മൾ മറ്റു രാജ്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുന്നതിന്റെ തോത് കുറച്ചുകൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ എല്ലാ കാര്യത്തിലും തന്നെ ഈ ആയുധങ്ങൾ ഉൾപ്പെടെ നമ്മുടെ രാജ്യത്ത് നിന്ന് ഉൽപ്പാദിപ്പിച്ച് നമ്മൾ ഇവിടെ തന്നെ ഉപയോഗിക്കുന്നതിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു. അത് നമ്മുടെ ഒരു സ്ട്രാറ്റജിയുടെ ഭാഗമാണ്, സ്ട്രാറ്റജിക് ഇൻഡിപെൻഡൻസിയുടെ ഭാഗമാണ്. മറുവശത്ത് ഈ പറയുന്ന ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള നമ്മുടെ റഷ്യയുമായിട്ട് സഹകരണത്തിൽ ഒരു മാറ്റം വന്നിട്ടില്ല. എനർജിയുമായിട്ട് നമുക്ക് അന്നും ഇന്നും പണ്ടത്തെ NDA ഭരിക്കുന്നതിന് മുമ്പും ഇപ്പോഴും എനർജിയുടെ കാര്യത്തിൽ വലിയ രീതിയിലുള്ള ഒരു ഡീൽ റഷ്യയുമായിട്ട് നമുക്ക് ഒരിക്കലും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഒറ്റ സെക്കൻഡ്, അതായത് ഇപ്പോഴത്തെ ഈ കരാറുമായിട്ട് പുറത്തു വന്നിരിക്കുന്ന വിവരം അഗ്രികൾച്ചർ മേഖലയെ തുറന്നു കൊടുക്കുമെന്നും അതുപോലെ തന്നെ എണ്ണ നമ്മൾ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്നത് പൂജ്യമാക്കും എന്നുള്ളതാണ് ട്രംപ് പ്രസ്താവിച്ചിരിക്കുന്നത്. മറ്റേ ആയുധ കരാറോ മറ്റൊരു കാര്യം കൂടിയുണ്ട്. തീരുവയുടെ കാര്യത്തിലും സംശയമുണ്ട്. കാരണം 18% എന്ന് പറയുന്നത് അത്ര കുറഞ്ഞ ഒരു തീരുവയാണോ എന്ന കാര്യത്തിൽ സംശയം നിൽക്കുന്നു. അതോടൊപ്പം തന്നെ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന അമേരിക്കൻ ഉൽപ്പന്നങ്ങളുടെ തീരുവ 0, അതിലും ഒരു അവ്യക്തത നിലനിൽക്കുകയാണ്. അങ്ങനെയാണോ എന്നുള്ള കാര്യം MS വേണുഗോപാൽ. അല്ല, ഇതിനകത്ത് ഇപ്പോൾ പ്രധാനമായിട്ട് നമ്മൾ നോക്കേണ്ടത് ഈ എഗ്രിമെൻ്റ് മുന്നോട്ട് വന്നിരിക്കുന്നത് ട്രംപ് തന്നെയാണ്. ഇപ്പോൾ ട്രംപ് ഇതിന് മുന്നോട്ട് വരാനുള്ള പ്രധാന കാരണം എന്താണ്? നമ്മൾ UK-യുമായിട്ട് ആദ്യം ഒരു ട്രേഡ് എഗ്രിമെൻറ്റ് നടത്തി. അന്ന് എല്ലാവരും പറഞ്ഞു, പ്രത്യേകിച്ച് പ്രതിപക്ഷം പറഞ്ഞു, യൂറോപ്പുമായിട്ടൊരു എഗ്രിമെൻറ്റ് നടന്നില്ലല്ലോ. ഈ UK എന്ന് പറയുന്ന ഒരു കൊച്ചു രാജ്യം, യൂറോപ്പ് മുഴുവൻ കിടക്കുകയല്ലേ, നമ്മുടെ മാർക്കറ്റ് എവിടെ പോയി, അത് നമുക്ക് പിടിക്കാൻ പറ്റുമോ? ഇപ്പോൾ നമ്മൾ യൂറോപ്യൻ യൂണിയനുമായിട്ടും എഗ്രിമെൻറ്റ് നടത്തി. അപ്പോൾ 28 അവിടുത്തെ രാജ്യങ്ങൾ പ്ലസ് UK ആയപ്പോൾ 29 രാജ്യങ്ങളുമായിട്ട് യൂറോപ്പ് മൊത്തം നമ്മൾ കീഴടക്കി ഈ ട്രേഡിൻ്റെ കാര്യത്തിൽ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ യൂറോപ്യൻ യൂണിയനുമായിട്ട് നടത്തിയ എഗ്രിമെൻറ്റിൻ്റെ ഒരു ബൈ പ്രോഡക്റ്റായിട്ട് ട്രംപ് വെകിളി പിടിച്ച് പ്രസ്താവിച്ച ഒരു സാധനമാണ് US-ഇന്ത്യ കരാർ. അതിൽ ഈ താരിഫ് റിഡക്ഷൻ എന്ന് പറയുന്നതും അതുതന്നെയാണ്. ഇതിൽ ഇനിയും നെഗോസിയേഷൻ നടക്കാനിരിക്കുന്നേ ഉള്ളൂ. 12% താഴാനും അത്ഭുതപ്പെടേണ്ടതില്ല അല്ലേ? തീർച്ചയായിട്ടും ഇത് 15% മിനിമം വന്നിരിക്കും. 12 വന്നില്ലെങ്കിൽ ഒരു 15% വരുമെന്നാണ് ഇപ്പോൾ അറിയുന്നത്. നമ്മുടെ സെർജിയോ ഗോർ എന്ന് പറഞ്ഞ നമ്മുടെ ഒരു സ്ഥാനപതി ഇപ്പോൾ അവിടെ പോയിട്ടുണ്ട്. 26 അദ്ദേഹം എത്തിയതേ ഉള്ളൂ, ജനുവരിയിൽ.
അപ്പോൾ അദ്ദേഹം സ്ഥാനമെടുത്ത് ഉടനെ തന്നെ വാഷിങ്ടണുമായിട്ട് ചർച്ച നടത്തുന്നത് ഇത്തരം കാര്യങ്ങളാണ്. ഞങ്ങൾക്കിത് പോരാ, ഞങ്ങൾക്ക് ജപ്പാൻ പിന്നെ നിങ്ങൾ പിന്നെ ജപ്പാന് കൊടുക്കുന്നത് പോലെയോ അല്ലെങ്കിൽ കൊറിയയ്ക്ക് കൊടുക്കുന്നത് പോലെയൊക്കെ ഉള്ള 15% അല്ലെങ്കിൽ 10% ഇതിനിടയ്ക്കുള്ള ഒരു റേറ്റിലേക്ക് ഞങ്ങൾക്ക് വരാൻ കഴിയണം എന്ന് പറയാൻ നമുക്ക് ശക്തി കിട്ടിയതുകൊണ്ടാണ്. യൂറോപ്യൻ യൂണിയൻ്റെ എഗ്രിമെൻറ്റുമായിട്ട് നമ്മൾ എത്തിക്കഴിഞ്ഞു. അപ്പം നമുക്കിനി US മാത്രമേ നമുക്ക് ബാക്കിയുള്ളൂ. ഇപ്പോൾ നമുക്കിപ്പോൾ ലാറ്റിൻ അമേരിക്കൻ കൺട്രീസിൽ വേണമെങ്കിൽ നമുക്ക് പോകാം, ആഫ്രിക്കൻ കൺട്രീസിൽ ട്രേഡ് നടത്താം, റഷ്യയുമായിട്ട് നടത്താം, ചൈനയുമായിട്ട് നടത്താം, അമേരിക്ക ജനറലായിട്ടുള്ള മറ്റ് മുഴുവൻ രാജ്യങ്ങളുമായിട്ട് നമുക്ക് ട്രേഡ് നടത്താവുന്ന ഒരു സ്റ്റേജിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ അമേരിക്ക മാത്രമാണ് ഈ വലിയ ടാരിഫും കൊണ്ടിരിക്കുന്നത്. ട്രംപിന് മനസ്സിലായത് ഭൂലോക മണ്ടത്തരമാണെന്ന്. ഉടൻ തന്നെ അദ്ദേഹം ടാരിഫും കുറച്ചു. ടാരിഫ് കുറച്ചപ്പം അദ്ദേഹത്തിന് ക്ഷീണം വരില്ലേ. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു $5,000 ബില്യൺ ഇടപാട് നടത്തിയാലേ പറ്റുള്ളൂ, അത് നടത്തണം. പിന്നെ അദ്ദേഹം സ്ഥിരം പറയുന്ന അങ്ങനെ പറയുമ്പോൾ അതിൽ കാർഷിക മേഖല ഉൾപ്പെടും, അമേരിക്കയിലെ കാർഷിക ഉൽപ്പന്നങ്ങളും ഉൾപ്പെടും. അതുൾപ്പെടെയാണ് ട്രംപിന്റെ അവകാശവാദം വന്നിരിക്കുന്നത്. അവിടെ ട്രംപ് പറയുന്നത് ഇന്ത്യൻ കാർഷിക മേഖലയുടെ നട്ടലൊടിക്കും. അല്ല, ഞാൻ ചോദിക്കട്ടെ, അവിടെ ട്രംപ് പറയുന്ന പോലെ ഇവിടെ നരേന്ദ്രമോദിയും പീയൂഷ് ഗോയലും പറയല്ലേ ഞങ്ങൾ ചെയ്യൂലെന്ന്. അപ്പോൾ അമേരിക്കയിൽ ഇതിനത്ര ഇതുപോലെ തന്നെ പിന്നെ അവിടെ സേനാപതി വേണുമാരെ ഒത്തിരി പേരുണ്ട്, അവരും കിടന്ന് വളം വയ്ക്കൂലേ. ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു നമ്മൾ എഗ്രിമെൻറ്റിലെത്തിയ ഒരു കരാറിനെ കുറിച്ച് എന്താ LOPക്ക് സംസാരിക്കാനില്ലാത്ത? രാഹുൽ ഗാന്ധിക്ക് യൂറോപ്യൻ യൂണിയൻ്റെ കരാർ നമ്മൾ ഒപ്പിട്ട് കഴിഞ്ഞില്ലേ? അതിന് മുമ്പ് ഭയങ്കര ബഹളമായിരുന്നല്ലോ, അത് വന്നാൽ നമ്മുടെ കർഷകരെല്ലാം തെണ്ടി പോകുമെന്ന് പറഞ്ഞ്. ഇപ്പോൾ അത് ഒപ്പിട്ട കരാറിനെ കുറിച്ച് ചർച്ചയില്ല. അപ്പോൾ ഒപ്പിടാത്ത കരാറിനെ കുറിച്ച് നരവണയുടെ പിന്നെ ജനറൽ നരവണയുടെ പ്രസിദ്ധീകരിക്കാത്ത ബുക്കിനെ കുറിച്ച് ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ വിഷയങ്ങൾ. അപ്പോൾ അദ്ദേഹം എന്താണ് ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നത് നരേന്ദ്രമോദിയേക്കാൾ വലിയ ദേശസ്നേഹിയും രാജ്യരക്ഷകനും താനാണെന്ന് വരുത്തണം എന്നുള്ളതിനാണ് ഈ വെപ്രാളം മുഴുവൻ കാണിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു പ്രതിപക്ഷ നേതാവ് കാണിക്കേണ്ട രീതിയിലാണോ അദ്ദേഹം ഇന്ന് പാർലമെൻറ്റിൽ കാണിച്ചതെന്ന് നിങ്ങൾ ആലോചിക്കേണ്ടതാണ്. അദ്ദേഹം തന്നെ പിന്നെ പല അമേരിക്ക കരാറിനേക്കാൾ കൂടുതൽ നരവണയുടെ പുസ്തകത്തെ കുറിച്ചാണ് അദ്ദേഹത്തിന്റെ. അല്ല, അദ്ദേഹം സമരം ചെയ്യേണ്ടത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇപ്പോൾ എനിക്കറിയണം US ട്രേഡ് എന്താണ്, നമ്മുടെ കർഷകരെ ബുദ്ധിമുട്ടിക്കുമോ, അതുകൊണ്ട് ഞാനിതാ ഇറങ്ങി പാർലമെൻറ്റിലെ ഫ്ലോറിലേക്ക് ഇറങ്ങുന്നു അല്ലെങ്കിൽ കുറ്റം പറയുന്നു എന്നല്ലേ പറയണ്ടേ? അതിന് പകരം അദ്ദേഹം എന്താ നരവണയുടെ ബുക്കിനെ കുറിച്ചാണ് പറയുന്നത്. അത് എന്ന് നടന്ന സംഭവമാണ്. അതിൽ അദ്ദേഹം ജനറൽ നരവണ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യയുടെ 1 ഇഞ്ച് ഭൂമി പോലും നഷ്ടപ്പെട്ടില്ല എന്ന് അദ്ദേഹം തൊപ്പി വെച്ചുകൊണ്ടിരുന്നവൻ പറഞ്ഞിട്ടുണ്ട്. ഒരു ബുക്ക് പബ്ലിഷ് ചെയ്യുമ്പോൾ അതിൻ്റെ പബ്ലിഷർ പലതും എഴുതും, കാരണം ഈ ബുക്ക് വിൽക്കണമെങ്കിൽ ഇതേ പറ്റുള്ളൂ. ഇപ്പോൾ ആ ബുക്കിന് നല്ല പബ്ലിഷ് ചെയ്താൽ നല്ല ഹോട്ട് കേക്കാണ്, നല്ലപോലെ വിൽക്കും. അതിനുവേണ്ടി പബ്ലിഷർമാർ പലതും പറയും. ഇതുപോലെയല്ലേ എന്നോ മൊത്തമായി പിന്നെ നെഹ്റുവിൻ്റെ കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ എഴുതിയിരുന്നേ, ആ പുസ്തകത്തിൽ എഴുതിയിരുന്നത്. അതുപോലെ ഇതൊക്കെ കാലാകാലങ്ങളിൽ ഓരോ ബുക്ക് പബ്ലിഷ് ചെയ്യും. അപ്പോൾ ഫോക്കസ് നഷ്ടപ്പെട്ടിരിക്കുകയാണോ? ഇപ്പോൾ ഇന്ന് കണ്ടില്ല കേട്ടോ അധികമായിട്ട്. ഇന്ന് മല്ലികാർജുൻ ഖാർഗെ ട്വിറ്ററിൽ കുറിച്ചിരുന്നു രാജ്യത്തിന് അറിയുവാൻ അധികാരമുണ്ട് എന്നുള്ളത്, അദ്ദേഹത്തിൻ്റെ രാജ്യസഭയിലെ പ്രസംഗവും. പക്ഷേ ലോക്സഭയിൽ മറ്റു വിഷയമായിരുന്നു കോൺഗ്രസ് ഉന്നയിച്ചത്. അപ്പോൾ ഫോക്കസ് നഷ്ടപ്പെട്ടിരിക്കുകയാണോ ഇപ്പോൾ? ഈ കാർഷിക താല്പര്യങ്ങൾ ബലി കഴിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന് വലിയ രീതിയിൽ കോൺഗ്രസ് ആ പ്രക്ഷോഭത്തിലേക്ക് ഇറങ്ങേണ്ടതാണ്. അല്ല, ഒന്ന് ഇതിൻ്റെ ഒരു ഇനിഷ്യൽ സ്റ്റേജിൽ ഞങ്ങൾക്ക് ലഭ്യമായ വിവരങ്ങളെക്കുറിച്ച് ഞങ്ങൾ പാർലമെന്റിൽ ചോദ്യങ്ങൾ ചോദിക്കുന്നു. അടുത്തത് ശ്രീ മനോജ് മുകുന്ദ് നരവന, അദ്ദേഹം കരസേനയുടെ ജനറൽ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ഇനിയും പ്രസിദ്ധീകരിച്ചിട്ടില്ല എന്നുള്ളത് ശരിയാണ് പുസ്തകം. പക്ഷേ ആ പുസ്തകത്തെ സംബന്ധിച്ചിട്ടുള്ള ചില റൈറ്റിങ്സുകൾ പുറത്തു വരുന്നു. ആ പുറത്തു വരുമ്പോൾ അത് വെറുതെ അന്തരീക്ഷത്തിൽ നിന്ന് വരുന്നതല്ലല്ലോ. അതിന് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അത് പുറത്തു വിടുമ്പോൾ ഇതിലെന്താണ് യാഥാർത്ഥ്യമെന്ന് അറിയാനുള്ള അവകാശം ഇന്ത്യയിലെ ജനങ്ങൾക്കുണ്ടല്ലോ. അതുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ശ്രീ വേണുഗോപാൽ സാറൊക്കെ വളരെ എത്ര ലാഘവത്തോടു കൂടിയാണ് പാർലമെന്റിൽ, സാർ പാർലമെന്റിലല്ലാതെ ഞങ്ങൾ ഇത് എവിടെയാണ് ചോദിക്കുന്നത്? ഞങ്ങൾ ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഇപ്പോൾ അമേരിക്കയുടെ പ്രസിഡന്റും അമേരിക്കയുടെ അഗ്രികൾച്ചർ സെക്രട്ടറിയും അവിടുത്തെ എന്താ പറയുക പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും ഒക്കെ പറയുന്നത് എന്താണ്? ഞങ്ങൾ ഇന്ത്യയുമായിട്ട് വ്യാപാര കരാർ ഉണ്ടാക്കിയിരിക്കുന്നത്. ആ വ്യാപാര കരാറിൽ 50,000 കോടിയുടെ വ്യാപാരം അത് ഇന്ത്യ നടത്തും. അത് നമ്മൾ ഇന്ത്യക്ക് കൊടുക്കുന്ന സാധനങ്ങൾക്കൊന്നും നികുതിയില്ല. ഇന്ത്യയിലെ കാർഷിക മേഖല നമുക്കായിട്ട് തുറന്നു കിട്ടുന്നു. അതുപോലെ തന്നെ 50,000 കോടി തന്നെ നടക്കുന്ന ഒരു കാര്യമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? 5 വർഷം കഴിഞ്ഞാൽ നടക്കും തോന്നുന്നുണ്ടോ? ഈ 50,000 കോടിയുടെ ഡീൽ താങ്കൾ പറയുന്നത് തന്നെ നമുക്ക് നടത്താൻ കഴിയുന്ന, അവർക്ക് നടത്താൻ കഴിയുന്ന നമുക്ക് തോന്നുന്നുണ്ടോ? അപ്പൊ ചുമ്മാ ഒരു കുട്ടക്കണക്കെന്ന് നമ്മളിവിടെ തിരുവനന്തപുരത്ത് പറയും, അതുപോലത്തെ ഒരു കണക്ക് വെച്ചിട്ടാണ് നമ്മളിപ്പോൾ സംസാരിക്കുന്നത്. നമുക്ക് അത്തരം ഒരു ട്രേഡ് ഡീലിലേക്ക് ഇപ്പോൾ പോകാൻ പറ്റില്ല. 2030 ആയാൽ പോലും
$500 ബില്യൺ ഇടപാടിലേക്ക് പോകാൻ പറ്റുമെന്ന് സംശയമുള്ളൊരു കാലത്താണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ അതിൽ വെച്ചിട്ട് നമ്മൾ ഇത്ര ബേജാറാകുന്ന എന്തിനാണെന്നാണ് മനസ്സിലാകാത്തത്. അത് മാത്രമല്ല, എഗ്രിമെന്റ് ആയിട്ടില്ല. നമുക്ക് ആ എഗ്രിമെന്റ് ആയെങ്കിലല്ലേ നമ്മൾ സംസാരിക്കേണ്ടത്, അല്ലെങ്കിൽ എഗ്രിമെന്റ് ആകാനായിട്ട് ഡ്രാഫ്റ്റ് ആയി. അങ്ങനെയാണെങ്കിൽ ട്രംപിന്റെ ഈ വെളിപ്പെടുത്തൽ അപ്പോൾ അത് ഇന്ത്യയുടെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്നു അല്ലേ എന്ന് കോൺഗ്രസ് ചോദിച്ചാൽ അത് എതിർക്കാൻ പറ്റുകയില്ല. ആ പുറത്തു വരുന്ന വിവരങ്ങളെ കുറിച്ചും അത് തന്നെയാണ് നരവനയുടെ പുസ്തകത്തെ കുറിച്ചും പറയുന്നത്. എന്തായിരുന്നു അദ്ദേഹം പറഞ്ഞ ആരോപണം? എന്താണ്? ഒരു നിർണായക ഘട്ടത്തിൽ എന്താ പറഞ്ഞേ, സൈന്യത്തിന് ഉത്തരവ് കൊടുക്കേണ്ട അല്ലെങ്കിൽ സൈന്യത്തോടൊരു കാര്യം ആജ്ഞാപിക്കേണ്ട സിവിൽ അഡ്മിനിസ്ട്രേഷൻ നേതൃത്വം അവർ മൗനം പാലിക്കുന്നു. നിങ്ങൾ സൈന്യം ഇഷ്ടമുള്ള പോലെ ചെയ്യ് എന്ന് പറയുമ്പോൾ, അങ്ങനെ ഒരു കാര്യം ആർമിയുടെ ജനറൽ തന്റെ പുസ്തകത്തിൽ പറയുമ്പോൾ അങ്ങനെ ഒരു കാര്യം ഞാൻ ഇടപെടുന്നതിൽ ക്ഷമിക്കണം. അങ്ങൊരു മിലിറ്ററി ഉദ്യോഗസ്ഥനായിരുന്ന ആളാണ്. അങ്ങേക്ക് അറിയാമല്ലോ, ഒരു പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ ഒരു രാജ്യരക്ഷാ മന്ത്രിയാണോ പറയേണ്ടത് ഓൺ ദ സ്പോട്ടിൽ നിങ്ങൾ വെടിവെച്ചോ അല്ലെങ്കിൽ വെടിവെക്കേണ്ട പുറകോട്ട് ഇറങ്ങിക്കോ എന്ന് പറയേണ്ടത്? അവിടുത്തെ ജനറലിന് ഒരു നിർദ്ദേശം കൊടുക്കുകയാണ്, യു ഡു വാട്ട് എവർ യു ലൈക്ക് എന്ന് പറഞ്ഞാൽ അതല്ലേ ഏറ്റവും വലിയ ബ്ലാങ്കറ്റ് ചെക്ക്. അദ്ദേഹത്തിന് എന്തും ചെയ്യാം, കയറി അടിക്കാം, അല്ല പുറകോട്ടിറങ്ങാം. ഇത് നിശ്ചയിക്കേണ്ടത് ആരാണ്? ഇന്ത്യയുടെ രാജ്യരക്ഷാ മന്ത്രി രാവിലെ 8:30 അദ്ദേഹം അറിയുന്നത്. കാപ്പ് കുടിച്ചുകൊണ്ടിരിക്കുമ്പം ഒരു മെസ്സേജ് വരുന്നു, ഉടൻ തന്നെ നിങ്ങൾ കയറി അടിയിച്ചതിന് എന്ന് പറയാൻ പറ്റുമോ അദ്ദേഹത്തിന്? അദ്ദേഹം പറഞ്ഞത് എന്താ? യു ടേക്ക് യുവർ ഓൺ ഡിസിഷൻ. അവിടെ സ്പോട്ടിൽ എന്താണെന്ന് നോക്കി അവിടെ തീരുമാനം എടുക്കാനാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ രണ്ടും ചെയ്യാം, വേണമെങ്കിൽ മുമ്പോട്ട് കയറാം, പുറകോട്ട് ഇറങ്ങാം. ആ തീരുമാനം കൊടുത്തിരിക്കുകയല്ലേ, റൈറ്റ് ഹാൻഡ് ആയിട്ട് ഓഫ് ഹാൻഡ് ആയിട്ട് അദ്ദേഹം ഒരു നിർദ്ദേശം കൊടുത്തിരിക്കുകയല്ലേ. അപ്പൊ ഞാൻ വീണ്ടും എന്റെ സംശയം ഞാൻ ചോദിക്കുന്നു, ജനറൽ നരവനെ പോലെ ഒരാള് ഇങ്ങനെ ഒരു കാര്യം തന്റെ പുസ്തകത്തിൽ പരാമർശിക്കും. ഇപ്പം കേട്ട ഒരാള്, പുറത്തു നിൽക്കുന്ന ഞാനോ അല്ലെങ്കിൽ ശ്രീ വേണുഗോപാൽ സാറോ നമ്മളിങ്ങനെ ഒരു വിമർശനം പറയുകയാണെങ്കിൽ ഇതാരാണ് പറയുന്നത്? ആ സമയം ആർമിയുടെ ജനറൽ ആയിരുന്ന ആളാണ്. ഞങ്ങൾക്ക് കിട്ടേണ്ട ഉത്തരവിനെ കാത്തു നിങ്ങൾ നിൽക്കുമ്പോൾ ഒരു ഉത്തരവ് ലഭിക്കുന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ നിങ്ങൾ ചെയ്യ് എന്നുള്ളത് വരുമ്പോൾ അവിടെ സിവിൽ അഡ്മിനിസ്ട്രേഷൻ അവരല്ലേ തീരുമാനങ്ങൾ എടുക്കേണ്ടത്, പൊളിറ്റിക്കൽ ഡിസിഷൻ ആണല്ലോ എടുക്കേണ്ടത്. ആ പൊളിറ്റിക്കൽ ഡിസിഷൻ ഉണ്ടായില്ല എന്ന് ആർമിയുടെ ജനറൽ തന്റെ പുസ്തകത്തിൽ പറയുമ്പോൾ ആ പറയുന്ന കാര്യത്തെക്കുറിച്ച് ഞങ്ങൾ പാർലമെന്റിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യം തെറ്റാണ് എന്ന് അതെങ്ങനെയാണ് സാർ വിവക്ഷിക്കാൻ കഴിയുന്നത്? അതിനെക്കുറിച്ച് ശക്തമായ ശരിയായ മറുപടി പറയട്ടെ. ഇല്ലെങ്കിൽ ഇയാൾ പറഞ്ഞിരിക്കുന്നത് തെറ്റാണ്, ഇയാൾക്കെതിരെ നടപടികൾ സ്വീകരിക്കേണ്ടതാണ്, ഇല്ലെങ്കിൽ ഇയാൾ കളവായ കാര്യങ്ങൾ പറയുന്നു, അതല്ലേ വേണ്ടത്? അതല്ല, പാർലമെന്റിൽ സംസാരിക്കാൻ നിങ്ങളെ ഞങ്ങൾ അനുവദിക്കില്ല, നിങ്ങൾ സംസാരിക്കാനായിട്ട് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ മൈക്ക് ഓഫ് ചെയ്യും അല്ലെങ്കിൽ ബഹളം ഉണ്ടാക്കും എന്നുള്ളതല്ലല്ലോ ജനാധിപത്യത്തിൽ അറിയാനുള്ള, ചിലപ്പോ ഈ പറഞ്ഞ കാര്യങ്ങൾ തെറ്റാകാം, അത് ജനം അറിയണം. എങ്ങനെയാണ് ജനം അറിയണം? ഡിബേറ്റിലൂടെ അറിയണം. ആ ഡിബേറ്റിൽ ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി നൽകാതെ അത് ഒരു ഭീഷണിയുടെ സ്വരത്തിലേക്ക്, അല്ലെ പ്രധാനമന്ത്രിയെ ആക്ഷേപിക്കുന്നു, രാജ്യരക്ഷാ മന്ത്രിയെ ആക്ഷേപിക്കുന്നു, രാജ്യത്തിന്റെ സുരക്ഷിതത്വത്തിനെതിരെയുള്ള നീക്കങ്ങളാണ് എന്നൊക്കെ പറയുമ്പോഴാണ് സാർ ഈ ചർച്ചയുടെ എന്താ പറഞ്ഞേ, അത് ഫോക്കസ് നേരായ ദിശയിലേക്കല്ല പോകുന്നത് എന്ന് ഞങ്ങൾ ആരോപിക്കുന്നത്. കരാറിലേക്ക് വരികയാണെങ്കിൽ വിദേശമന്ത്രി ഉൾപ്പെടെയുള്ളവർ അമേരിക്കയിലുണ്ട്. അപ്പോൾ അതുവരെ കാത്തിരിക്കാൻ എന്തായാലും കോൺഗ്രസ് തയ്യാറല്ല, ഇല്ല? ഇപ്പോൾ ട്രംപ് ഇത് വിശദീകരിച്ചുകൊണ്ട് ട്വീറ്റ് ചെയ്തത് മുതൽ കേന്ദ്ര സർക്കാരിന്റെ വീഴ്ച അല്ലെങ്കിൽ ട്രംപിന് മുന്നിലുള്ള മുട്ടുമടക്കൽ ഈ ഒരു നിലപാടിൽ വന്നിരിക്കുകയാണ് കോൺഗ്രസ്. അത് പക്ഷേ ഒരു ക്യാമ്പയിൻ എന്ന രീതിയിലല്ലേ ഉള്ളൂ. ട്രംപ് ഇതിനു മുൻപും ഇത്തരത്തിലുള്ള അവകാശവാദങ്ങൾ ഉന്നയിച്ചിട്ടുള്ള ആളാണ്. അല്ല, അവകാശവാദങ്ങൾ ഉന്നയിക്കുമ്പോൾ ഉന്നയിക്കുന്നത് നമ്മുടെ ഒരു രാജ്യം ഒരു പരമാധികാര രാജ്യമാണല്ലോ. അത് അമേരിക്കയ്ക്ക് എന്തും പറയാവുന്ന ഒരു കാര്യമാണോ? 29 30 പ്രാവശ്യം പറഞ്ഞു പാകിസ്ഥാനും ഇന്ത്യയുമായിട്ടുള്ള യുദ്ധം ഞാൻ പറഞ്ഞത് കൊണ്ടാണ് നിർത്തിയതെന്ന് ഇപ്പോഴും അദ്ദേഹം ആ പല്ലവി ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ വീണ്ടും അമേരിക്കയുടെ പ്രസിഡന്റ് പറയുന്നു, ഞങ്ങൾ ഇന്ത്യയുമായിട്ടുള്ള ഉണ്ടാക്കിയ കരാറിൽ ഇന്നതാണ് വ്യവസ്ഥ, അത് ഞങ്ങൾക്ക് ഇന്ന ഗുണങ്ങളുണ്ട്, ഇന്ത്യ ഇനി റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങരുത് എന്ന് പോലും അവര് ഈ രാജ്യത്തെ ജനങ്ങളോട് പറയുമ്പോൾ അതെന്താണെന്ന് അറിയാനായുള്ള കാര്യത്തെക്കുറിച്ച് നമ്മൾ ചോദിക്കുമ്പോൾ നിങ്ങൾ അങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കാൻ പാടില്ല എന്നുള്ളതാണോ നിലപാട്? ഇതാണ് കരാറിന്റെ പൂർണ്ണമായ വിവരങ്ങൾ. ട്രംപ് പറഞ്ഞത് പൂർണ്ണമായും തെറ്റാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യമില്ല, ആ കാര്യം പറയണമല്ലോ. ഇപ്പം യൂറോപ്യൻ യൂണിയനുമായിട്ടുള്ള കരാർ വെച്ചപ്പോഴും ഞങ്ങൾ ആ കരാറിനെ കുറിച്ച് ചോദിച്ച ഒരു ചോദ്യമുണ്ട്. ഈ കരാർ സമ്പൂർണ്ണമായി നടപ്പിലാക്കപ്പെടുമ്പോൾ ഇന്ത്യയിലെ പരമ്പരാഗത കാർഷിക മേഖലയ്ക്കോ അല്ലെങ്കിൽ ഇന്ത്യയിലെ എന്താ പറഞ്ഞ താഴേക്കിടയിലുള്ള പാവപ്പെട്ടവർക്കോ അവർക്ക് എന്തെങ്കിലും ദൂഷ്യങ്ങളോ കുഴപ്പങ്ങളോ ഉണ്ടോ എന്നുള്ള കാര്യമാണ്. പക്ഷെ കരാർ ഓപ്പണായ കരാർ വെച്ചിരിക്കുന്നു. അപ്പൊ നമുക്ക് ആ കരാറിന്റെ വിവരങ്ങൾ പുറത്തു വരുന്നു. ഇത് അങ്ങനെയല്ലല്ലോ, ഇതെന്തോ രഹസ്യങ്ങൾ ഇത് മറയ്ക്കാനുള്ള രീതിയിൽ ഒരു ഭാഗം ഇന്നതാണ്
എന്ന് പറയുന്നു, അടുത്ത ഭാഗം പറയുന്നു അതല്ല എന്ന് പറയുന്നു. അങ്ങനെ പറയുമ്പോൾ ഇതിന്റെ അകത്തെ യാഥാർത്ഥ്യങ്ങൾ എന്ത് എന്ന് മനസ്സിലാക്കാനുള്ള അവകാശം ഓരോ ഇന്ത്യൻ പൗരന്മാർക്കും ഉണ്ട്. ആ അവകാശത്തിൽ നിന്നുകൊണ്ടാണ് രാജ്യത്തെ പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് പാർട്ടിയും സംസാരിക്കുന്നത്. അതിനെ നിങ്ങൾ എന്താ പറഞ്ഞേ, ഞങ്ങൾ സംസാരിക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞാൽ അത് ജനാധിപത്യ വിരുദ്ധമാണ് എന്നാണ് ഞങ്ങൾക്ക് ആ കാര്യത്തിൽ ശരി, സൂചിപ്പിക്കുന്നത്. ശ്യാംരാജ്, ഇന്നലെ വാണിജ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിലും ചോദ്യങ്ങൾക്ക് അനുവാദം ഉണ്ടായിരുന്നില്ല. പാർലമെന്റിലും അദ്ദേഹം ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾ അതേപടി തന്നെ ആവർത്തിക്കുകയായിരുന്നു. അപ്പോൾ അറിയുവാനുള്ള അധികാരം അത് അംഗീകരിക്കുന്നില്ല. ചോദ്യം എന്നോടാണോ? അതെ, ശ്യാംരാജ്. ഇവർക്ക് ഈ അറിയുവാനുള്ള പറയട്ടെ, എന്നോട് ഇതിനകത്ത് ഇവർക്ക് അറിയുവാനുള്ള ആഗ്രഹം സത്യത്തിൽ ഇവർക്കില്ല. നിങ്ങൾ ഇതിനു മുമ്പുള്ള എത്രയോ ഉദാഹരണങ്ങളുണ്ട്. ഇവർ ഓർമ്മയില്ല, നമ്മുടെ ഓപ്പറേഷൻ സിന്ധുവിന്റെ സമയത്ത് എന്ത് ബഹളമായിരുന്നു. ഈ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി വരെ ട്വീറ്റ് ചെയ്ത് ഓർമ്മയില്ല. അത് പാകിസ്ഥാൻ ഒരു അനുകൂലമായിട്ടാണ് ട്വീറ്റ് ചെയ്തത്. ഇവര് രാഹുൽ ഗാന്ധി മൊത്തം പറഞ്ഞുകൊണ്ടിരുന്നത് അന്നത്തെ പാകിസ്ഥാന്റെ വാദങ്ങളാണ്. എന്നിട്ട് ഇപ്പൊ അവസാനം എന്താ സംഭവിച്ചിട്ടുള്ളത്? പാകിസ്ഥാന്റെ ജനറലും പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിയും അടക്കമുള്ള അവിടെയുള്ള ആളുകൾ പറയുന്നു അവർക്ക് ഭീമമായിട്ടുള്ള നഷ്ടമുണ്ടായിന്ന്. അതായത് അന്ന് പാകിസ്ഥാൻ പറയുന്നത് എന്താണ് അത് കേട്ടുകൊണ്ടിരുന്ന ഈ കോൺഗ്രസ് പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടിക്ക് ഇപ്പൊ മനസ്സിലായില്ലേ? അന്ന് ഒരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഇന്ത്യയുടെ എത്ര മിസൈൽ പോയി, ഇന്ത്യയുടെ എത്ര വിമാനങ്ങൾ പോയി എന്ന് ചോദിച്ച ആളുകളാണ് ഇവർക്ക്. എന്നിട്ട് ഇവരെന്താ പറഞ്ഞത്? സഭയിൽ ചർച്ച ചെയ്യണം. അതായത് ഈ ഓപ്പറേഷൻ സിന്ദൂർ നടന്നുകൊണ്ടിരിക്കുമ്പോൾ രാഹുൽ ഗാന്ധി കോൺഗ്രസ് പാർട്ടി പറഞ്ഞത് സഭയിൽ ചർച്ച ചെയ്യണമെന്നാണ്. ഈ ഓപ്പറേഷൻ സിന്ദൂർ നടന്നതിന് ശേഷം സഭയിൽ ചർച്ച വെച്ചു. ഇവർക്കൊന്നും പറയാനില്ലായിരുന്നു. അടുത്തത് SIR വന്നു. SIR അല്ല, വോട്ട് ചോരി എന്ന് പറഞ്ഞ് വലിയ ആരോപണമായിരുന്നു, ഭയങ്കര പ്രശ്നമായിരുന്നു. ബീഹാറിൽ മൊത്തം വോട്ട് ചോരിയാണ് എന്ന് പറഞ്ഞ് ഭയങ്കര പ്രശ്നമായിരുന്നു. എന്നിട്ട് ബീഹാറിലെ ഇലക്ഷൻ റിസൾട്ട് വന്നു. പിന്നീട് ആശ നേരെ മുങ്ങി. ഒരു ചർച്ചയ്ക്കും ഇല്ല, ഒരിടത്തേക്കില്ല, നേരെ രാജ്യം വിട്ടു കളഞ്ഞു. ഇനി യൂറോപ്യൻ യൂണിയനുമായിട്ടുള്ള കരാർ വന്നു. മദർ ഓഫ് ഓൾ ഡീൽസ് എന്ന് ഇന്റർനാഷണൽ മീഡിയാസ് രേഖപ്പെടുത്തിയിട്ടുള്ള ലോകത്തിലെ തന്നെ സുപ്രധാനമായിട്ടുള്ള ഒരു കരാറാണ്. അത് വരുന്നതിന് മുമ്പ് ഇവരെന്ത് ബഹളമായിരുന്നു. ഇവിടുത്തെ കർഷകരുടെ താല്പര്യം, ഞങ്ങളെന്താ കർഷകരുടെ താല്പര്യം നോക്കുന്നവരല്ലെന്ന് ഇവർ വിചാരിച്ചോ? ഏത് കർഷകരുടെ എന്ത് താല്പര്യത്തിനാണ് ഹനിക്കപ്പെട്ടത് യൂറോപ്യൻ യൂണിയനുമായിട്ടുള്ള ഡീലിൽ? ഇപ്പൊ മദർ ഓഫ് ഓൾ ഡീൽസ് എന്ന് പറയുന്ന ഈ ഡീൽ വന്നതിന് ശേഷം ഇദ്ദേഹത്തിന് സഭയിൽ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടോ? ഒരക്ഷരം വേണ്ടിയിട്ടില്ല. അതായത് ഇപ്പോൾ ഇനി അമേരിക്കയുമായിട്ടുള്ള US കരാറിന്റെ ഡീറ്റെയിൽസിലോട്ട് ഒരു സംയുക്ത പ്രസ്താവന വരുമെന്ന് മഞ്ജുഷ നിങ്ങൾ ഓർത്തു വെച്ചു, എന്റെ വാക്കുകൾ ഓർത്തു വെച്ചു. സംയുക്ത പ്രസ്താവന വന്നതിന് ശേഷം ഇവരൊന്നും മിണ്ടാൻ വേണ്ടിയിട്ട് പോകുന്നില്ല. ഇവർക്ക് കുറച്ച് കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാന്നുള്ള രീതിയിൽ വെള്ളം കലക്കണം, അത്രമാത്രമേ ഉള്ളൂ. ഈ രാജ്യത്ത് കഴിഞ്ഞൊരു 10 വർഷമായിട്ട് പ്രതിപക്ഷം ശ്രീ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ പ്രതിപക്ഷം ബഹളം വച്ച മുഴുവൻ കാര്യങ്ങളും നിങ്ങൾ എടുത്തു നോക്കിക്കോ. എല്ലാ കാര്യത്തിലും ഇങ്ങനെ ഇവര് ഈ വിഷയം കൃത്യമായിട്ട് ജനങ്ങളിലേക്ക് കാര്യം അറിയുന്നതിന് മുമ്പ് ബഹളം ഉണ്ടാക്കുക, അറിഞ്ഞു കഴിയുമ്പോഴത്തേക്ക് വീണ്ടും പോവുക, മിണ്ടാതിരിക്കുക. ഇതാണ് ഇവരുടെ ചരിത്രം എന്ന് പറയുന്നത്. ഈ ഒരു കാര്യത്തിലും ഇങ്ങനെ തന്നെയാണ് സംഭവിക്കാൻ യൂണിയനുമായിട്ടുണ്ടാക്കിയ കരാറിൽ ഇപ്പോൾ കോൺഗ്രസിന് അഭിപ്രായ വ്യത്യാസമുണ്ടോ? ഇടത് പാർട്ടികൾ എന്തായാലും യൂറോപ്യൻ യൂണിയനുമായി ഉണ്ടാക്കിയ കരാറിനെ എതിർക്കുകയാണ്. കോൺഗ്രസ് പക്ഷേ അങ്ങനെയാണെന്ന് തോന്നുന്നില്ല. അത്തരം പരസ്യമായ ഒരു എതിർപ്പുണ്ടോ ഇപ്പോൾ? ഒരു പോയിന്റ് സേനാപതി. അല്ല, അതിൻ്റെ അകത്ത് മഞ്ജുഷ നമ്മൾ മനസ്സിലാക്കേണ്ടത് യൂറോപ്യൻ യൂണിയനുമായിട്ടുള്ള കരാറും ഈ കരാറും തമ്മിലുള്ള വ്യത്യാസം എന്തെന്ന് ചോദിച്ചാൽ ഇത് ഏകപക്ഷീയമാണ്. ഇതിനകത്ത് ഒരു പാർട്ടിയാണ് ഇതിന്റെ വ്യവസ്ഥകൾ പറയുന്നത്, മറു പാർട്ടിയെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ എങ്ങനെ ആര് പറഞ്ഞു ഏകപക്ഷീയമാണെന്ന്? ആര് പറഞ്ഞു? നിങ്ങൾ എങ്ങനെയാ പറയാ? കരാർ വരാൻ വേണ്ടിട്ട് പോകുന്നല്ലേ? അല്ല, കരാറ് പുറത്തേക്ക് വരാൻ വേണ്ടിട്ട് പോകുന്നല്ലേ ഉള്ളൂ. ഇന്ത്യയെ പോലെ ഉത്തരവാദിത്വം. ഞാൻ പറയട്ടെ, കോൺഗ്രസ് പാർട്ടി പറയുന്നത് എന്താ? നമ്മളും പലതും ഇങ്ങനെ വെറുതെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കണം എന്നാണോ? ആ ലഭ്യമായ വിവരങ്ങളല്ലേ ഉള്ളൂ. എന്റെ ചോദ്യം തന്നെയാണ്. താങ്കൾ പറയുന്നത്, കോൺഗ്രസ് പാർട്ടി പറയുന്നത് നമ്മളും ഇങ്ങനെ വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കണം എന്നാണോ? ആ ലഭ്യമായ അതിന് കുഴപ്പമൊന്നുമില്ല. എന്റെ ചോദ്യം, ഞാൻ ചോദിക്കുന്നത് നമ്മളും ഇങ്ങനെ പലതും പറഞ്ഞുകൊണ്ടിരിക്കണോ? അല്ല, ഞാൻ പറഞ്ഞത് ഒരു കാര്യം, പ്രധാനമന്ത്രി കഴിഞ്ഞ വർഷം എന്താണ് പറഞ്ഞത്? നമ്മുടെ കർഷകരെ ബാധിക്കുന്ന ഏതെങ്കിലും രീതിയിലുള്ള നിലപാടുമായിട്ട് കേന്ദ്ര സർക്കാർ മുന്നോട്ട് ഒറ്റ കാര്യം നമ്മൾ UK-യുമായിട്ടുള്ള കരാറുണ്ടാക്കി, യൂറോപ്യൻ യൂണിയനുമായിട്ടുള്ള കരാറുണ്ടാക്കി. യൂറോപ്യൻ യൂണിയനുമായി കരാർ ഉണ്ടാക്കുന്നതിന് മുമ്പ് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി പറഞ്ഞു നമ്മുടെ കർഷകരുടെ താല്പര്യത്തെ ഹനിക്കുന്ന ഏതെങ്കിലും രീതിയിലുള്ള ഒരു നടപടി കരാറിൽ ഉണ്ടാവില്ല. ഒരെണ്ണം ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി പറ്റുമോ? യൂറോപ്യൻ യൂണിയനുമായിട്ട് കരാറിൽ നിങ്ങൾ പറഞ്ഞതുപോലെ കർഷകരെ ബാധിക്കുന്ന ഏതെങ്കിലും ഒരെണ്ണം ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ? അല്ല, ഞാൻ ചോദിക്കുന്നു, സിംഗുവിലും തിത്രക്കിലും ഒക്കെ കർഷകര് കഴിഞ്ഞില്ല. നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞത് അമേരിക്കയുമായിട്ട് കരാർ ഉണ്ടാക്കുന്നതിൽ? നിങ്ങൾ തന്നെയല്ലേ, കോൺഗ്രസ് പാർട്ടി തന്നെയല്ലേ പറഞ്ഞത് അമേരിക്കയുമായി കരാർ ഉണ്ടാക്കുന്നതിൽ കേന്ദ്ര സർക്കാർ പരാജയപ്പെട്ടു എന്ന്? ഇപ്പോൾ നിങ്ങൾക്ക് അഭിപ്രായമുണ്ടോ?
ഏത് ഇപ്പൊ ഏത് നോക്ക്, കേസില്? ലോകത്തിൽ അല്ല, മൂന്നാമത്തെ ഇപ്പോഴത്തെ അത് ഞാൻ ഈ പറഞ്ഞത്, കരാറിനെ ലോകത്തിൽ കുറിച്ച് തന്നെ ഈ മൂന്നാമത് കരാർ ഏറ്റവും നീണ്ടുപോവുകയാണ് എന്ന് കോൺഗ്രസിന് നിലപാടുണ്ടായിരുന്നു ഈ തീരുവ ഈ കുത്തനെ കരാറില് കൂട്ടിയ സമയത്ത്. അല്ല അത് നിലപാടുണ്ടായിരുന്നു. പറഞ്ഞെന്താ 25% തീരുവ ആദ്യം പ്രഖ്യാപിച്ചതിന് ശേഷം നിങ്ങൾ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതുകൊണ്ട് അഡീഷണൽ നിങ്ങൾക്ക് പിഴ 50%. അപ്പൊ അങ്ങനെ നിൽക്കുന്നു. അപ്പോ അതിനുശേഷം ഇപ്പൊ ഏകപക്ഷീയമായിട്ട് അമേരിക്കക്കാർ പറയുന്നു അമേരിക്കക്കാരുടെ സാധനങ്ങൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നതിന് ഇന്ത്യക്ക് ഒരു നികുതിയോ ചുങ്കമോ അല്ലെ ടാക്സോ ഏർപ്പെടുത്താൻ പറ്റത്തില്ല. അങ്ങനെയാണ് നിങ്ങളത് പറയുന്നത് വിടൂ. ഞാൻ പറയട്ടെ, നിങ്ങൾ പറയുന്നത് വിടൂ. എന്താണ് എഗ്രിമെന്റ്? എന്താണ് പലരും എഗ്രിമെന്റ് എന്താണെന്നാണ് ചോദിക്കുന്നത്. കരാറിലെ വ്യവസ്ഥകൾ എന്താണെന്ന്. യുകെക്ക് 10%, യൂറോപ്യൻ യൂണിയൻ 15%, ഇന്ത്യക്ക് മൂന്നാമത്. അത് വരാൻ പോകുന്നേ ഉള്ളൂ എന്ന്. അത് നിങ്ങൾ ചോദിക്കുന്ന സമയത്ത് വരാൻ വേണ്ടിട്ട് പറ്റുമോ? അതിന് കരാർ പൂർത്തി എഗ്രിമെന്റ് പുറത്തു വരണ്ടേ? ഇവിടെയാണ് പ്രശ്നം. ഇതാ മഞ്ജുഷ പ്രശ്നം മനസ്സിലായോ? ഇവര് എഗ്രിമെന്റ് വരുന്നതിന് മുമ്പ് എഗ്രിമെന്റ് ചോദിക്കും. ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ചിട്ട് പൂർത്തിയാവുന്നതിന് മുമ്പ് അതിനെക്കുറിച്ച് പ്രസ്താവന നടത്തി. എന്തുകൊണ്ട് ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ മഞ്ജുഷ അതിന്റെ സമയമാവട്ടെന്ന് പീയൂഷ് ഗോയൽ എന്തുകൊണ്ട് ചോദ്യം ചോദിക്കാൻ പാടില്ല അല്ലെങ്കിൽ ചോദ്യങ്ങൾ അനുവദനീയമല്ല എന്ന് പറഞ്ഞു? അപ്പൊ അതിൽ ദുരൂഹതയുണ്ടല്ലോ. ആ കാര്യമാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഇവിടെ രണ്ട് രാജ്യങ്ങൾ കരാറിൽ ഒരു രാജ്യം ഏകപക്ഷീയമായിട്ട് ഇന്ത്യൻ വ്യവസ്ഥകളാണെന്ന് പറയുമ്പോൾ ചർച്ചകൾ നടക്കുന്നുണ്ട്. നിലവിൽ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്ല മഞ്ജുഷ, നിലവിൽ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഒരു കാര്യം ഉറപ്പിച്ചു പറയാൻ ആഗ്രഹിക്കുന്നു. മുൻപത്തെ പോലെ ഇനിയും ഈ കൃത്യമായിട്ടുള്ള ഈ എഗ്രിമെന്റ് ജനങ്ങളുടെ മുമ്പിലോട്ട് വയ്ക്കും, മാധ്യമങ്ങളുടെ മുമ്പിലോട്ട് വയ്ക്കും. അന്ന് ഇവർ ഒളിച്ചോടും. നിങ്ങൾ നോക്കിക്കോ, അന്ന് ഇവർ ഒളിച്ചോടും. അന്ന് പറയാൻ ഒന്നുമില്ലാത്തത് കൊണ്ട് ഇപ്പോൾ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. പിന്നെ ഒറ്റയ്ക്ക് കാര്യം കൂടി ഞാൻ പറയാം. നരവനയുടെ അദ്ദേഹത്തിന്റെ ബുക്കിനെ കുറിച്ചിട്ട് കൂടി ഇവർ പറയും. നോക്കൂ, കോൺഗ്രസിന്റെ കാലഘട്ടത്തില് പ്രത്യേക സാഹചര്യത്തില് ചൈനയുമായിട്ടുള്ള അതിർത്തി പ്രദേശങ്ങളിൽ ആയുധങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പാടില്ല എന്നുള്ള ആ ഒരു എഗ്രിമെന്റ് ഗാൽവൻ ഇഷ്യൂവിന് ശേഷം 2020 ഇന്ത്യൻ ഗവൺമെന്റ് ടെർമിനേറ്റ് ചെയ്തു. 2020 ആ ഗാൽവൻ ഇഷ്യൂവിന് ശേഷം ഈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, നരേന്ദ്രമോദി ഭരിക്കുന്ന ഇന്ത്യ ആ എഗ്രിമെന്റ് ടെർമിനേറ്റ് ചെയ്തു. അതായത് വേണമെങ്കിൽ അതിർത്തിയിൽ ഇന്ത്യൻ സൈന്യത്തിന് ആയുധങ്ങൾ ഉപയോഗിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്, എന്ന് ഇന്ത്യൻ സൈന്യത്തോട് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ആ എഗ്രിമെന്റിൽ നിന്ന് പിന്മാറുകയുണ്ടായി. അതിനുശേഷമാണ് ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായെന്ന് ഇദ്ദേഹം പറയുന്നത്. ആ സമയത്ത് സൈന്യത്തിന് എഗ്രിമെന്റ് ഗവൺമെന്റ് കൊടുത്തുള്ള നിർദ്ദേശപ്രകാരം അവിടെ ആയുധങ്ങൾ ഉപയോഗിക്കാവുന്നതേ ഉള്ളൂന്നേ. അപ്പോ ഈ പുസ്തകത്തെ നമ്മൾ എങ്ങനെയാ വിശ്വസിക്കുക? എത്രയോ പുസ്തകങ്ങൾ ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. കരാറിലേക്ക് വരാം. ശ്രീ MS വേണുഗോപാൽ, അപ്പോൾ ഇവിടെ ആശയക്കുഴപ്പം ഉണ്ടാക്കിയത് ട്രംപാണ്. ട്രംപിന്റെ ആ പ്രസ്താവനയാണ്. കരാറിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ അതിന്റെ അമേരിക്കയ്ക്ക് അനുകൂലമായ വിവരങ്ങൾ പുറത്തുവിട്ടു. അപ്പോൾ ഇന്ത്യക്ക് പ്രതികരിക്കേണ്ടി വന്നു. പക്ഷേ ആ പ്രതികരണവും ഭാഗികമായിരുന്നു. അല്ലേ, ഇപ്പോൾ അമേരിക്കയിലെ പത്രങ്ങൾ തന്നെ പറയുന്നത് ട്രംപിന് യൂറോപ്യൻ യൂണിയനുമായിട്ട് നമ്മൾ എഗ്രിമെൻറ്റ് നടത്തിയതും അദ്ദേഹത്തിന് വലിയ ക്ഷീണമായി പോയി. അപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് അദ്ദേഹത്തിന് ഇന്ത്യ US ഡീൽ ഉണ്ടാക്കണം. ആ ഡീലിന് വേണ്ടി അദ്ദേഹം വെച്ച അദ്ദേഹം തന്നെ ടാരിഫ് സ്വമേധ കുറയ്ക്കുന്നു. അദ്ദേഹം തന്നെ 3-4 കാര്യങ്ങൾ പ്രഖ്യാപിക്കുന്നു. ഇത് ഹെഡ്ലൈനിന് വേണ്ടി മാത്രമാണെന്നാണ് അവിടെയുള്ളവർ തന്നെ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാരല്ല, അത് ബാക്കി ഉള്ളവർ മുഴുവൻ പറയുന്നത് ഇത് ഹെഡ്ലൈൻ ഡീലാണ്. ഇത് ഹെഡ്ലൈന് വേണ്ടിയിട്ടാണ് ഈ 500 ബില്യൺ എന്നൊക്കെ ചുമ്മാ ഇങ്ങനെ തട്ടുന്നത്. അതുപോലെ തന്നെ നമ്മൾ എണ്ണ ഇറക്കുമതിയുടെ കാര്യത്തിൽ അമേരിക്ക പറയുന്ന രീതിയിലേക്ക് പോകണം എന്നൊക്കെ അദ്ദേഹം തന്നെ അങ്ങ് പ്രഖ്യാപിക്കുകയാണ്. ഇത് നമ്മളൊരു ബൈലാറ്ററൽ എഗ്രിമെൻറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് അതിനൊരുപാട് ഡിസ്കഷൻ വേണം. ആ ഡിസ്കഷൻ കഴിഞ്ഞിട്ട് പിന്നീടാണ് നമ്മളിപ്പോൾ യൂറോപ്യൻ യൂണിയൻ്റെ തന്നെ ഏതാണ്ട് എത്ര നാളായി, 6 മാസത്തിൽ കൂടുതലായിട്ട് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കഷൻ കഴിഞ്ഞിട്ടാണ് ഈ ജനുവരിയിൽ നമ്മളത് ഒപ്പിട്ടത്. അപ്പോൾ അതുപോലെ ഇതിലേക്ക് ഇനി പ്രോസസ്സിലേക്ക് പോകുന്നുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്. സെർജിയോ ഗോർ നമ്മുടെ സ്ഥാനപതി അവിടെ പോയിട്ട് അദ്ദേഹം ഈ ജനുവരിയിൽ അവിടെ ജനുവരി 2026 അവസാനം കൊണ്ടാണ് അവിടെ ചാർജ് എടുത്തത്. അദ്ദേഹം അവിടെ എത്തി. ഇനി ബാക്കി കാര്യങ്ങൾ പ്രോസസ്സുകൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അതോടൊപ്പം തന്നെ ഇപ്പോൾ നമ്മുടെ വിദേശകാര്യമന്ത്രി ശ്രീ ജയശങ്കർ അവിടെ പോവുകയാണ്. അവിടെ ആ മിനറൽസിൻ്റെ ക്രിട്ടിക്കൽ മിനറൽസിൻ്റെ ചർച്ചയ്ക്കായിട്ടൊക്കെ പോവുകയാണ്. അപ്പോൾ ഇനിയൊക്കെ അതിൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കുകയുള്ളൂ. അപ്പോൾ ഇത് ഹെഡ്ലൈനിന് വേണ്ടി എന്ന് നിൽക്കുന്ന ആളാണ് ട്രംപ്. ട്രംപ് ഹെഡ്ലൈനിന് വേണ്ടി പലതും പറയും. അതൊക്കെ നമ്മൾ നോക്കിയാൽ അങ്ങനെ. അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി പലപ്പോഴും പറയുന്നത് ട്രംപിനെ കണ്ടു പേടിച്ചു ഓടി മോദി എന്ന് പറഞ്ഞു. ഇപ്പോൾ ട്രംപ് മോദിയുടെ അടുത്തേക്ക് വന്നപ്പോൾ അത് പറയുന്നില്ല.
അപ്പോൾ ഇത് മുൻകൂട്ടി ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്താതെ ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ ദേശസ്നേഹമാണ് അദ്ദേഹത്തിന് കാണിക്കേണ്ടതെങ്കിൽ അദ്ദേഹം തീർച്ചയായിട്ടും ഈ കരാറിൻ്റെ ഓരോ വ്യവസ്ഥകളും എന്താണെന്ന് നോക്കുക. അല്ലെങ്കിൽ അദ്ദേഹം മുന്നോട്ട് വയ്ക്കട്ടെ, ഇന്ന വ്യവസ്ഥകൾ കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തണം. ഒരു പ്രതിപക്ഷ നേതാവ് പറയേണ്ടതല്ലേ, ശരി നിങ്ങളിതൊക്കെ പറയുന്നു, ഇന്ന പ്രോഡക്ട്സിൽ നിങ്ങൾ തൊടുകില്ല എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു എഗ്രിമെൻറ്റ് വേണം എന്ന് അദ്ദേഹം പറയുന്നില്ല. അദ്ദേഹം വേഗമായിട്ട് ഇത് കുഴപ്പമോ അത് കുഴപ്പമോ. ഇപ്പോൾ പിന്നെ ഈ ജനറൽ നരവണയുടെ പ്രശ്നം തൊട്ട് തുടങ്ങുന്നത് എന്തിനാണ്? നമ്മൾ ചൈനയോട് തോറ്റു, നമ്മൾ പാകിസ്ഥാനോട് തോറ്റു, നമ്മൾ അമേരിക്കയോട് തോറ്റു. ഈ തോറ്റു എന്ന കഥ പറയാനാണോ ഇന്ത്യൻ പ്രതിപക്ഷ നേതാവ് ശ്രമിക്കുന്നത് എന്നുള്ളതാണ് BJP നേതാക്കളെല്ലാം ചോദിക്കുന്നത്. ട്രംപിന് കീഴടങ്ങി ഇപ്പോൾ ട്രംപ് നമുക്ക് കീഴടങ്ങി എന്ന് പറയാനുള്ള സാഹചര്യം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതിനു മുമ്പ് അഡ്വാൻസ് ആയിട്ട് വേറെ സാധനങ്ങൾ അടിക്കുന്നത്. ഇത് എല്ലാ കാലത്തും ഇത്തരം കുറച്ച് പൊളിറ്റിക്സ് ഉണ്ടാവും, ഇല്ല എന്ന് പറയുന്നില്ല. മൻമോഹൻ സിംഗിൻ്റെ കാലത്തും ഈ നമ്മൾ എന്താ ഒരു പാറ്റന്റ് നിയമമൊക്കെ ഉണ്ടാവില്ല. ആ പാറ്റന്റ് നിയമത്തിലൊക്കെ ട്രംപ് പറഞ്ഞ കാര്യമുണ്ടല്ലോ, ഇപ്പോൾ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് ഇന്ത്യ നിർത്തും, പകരം അമേരിക്കയിൽ നിന്നും വെനിസ്വേലയിൽ നിന്നുമുള്ള എണ്ണയായിരിക്കും എന്നുള്ളത്. അതായത് എനർജി സെക്ടറിലെ ഇക്കാര്യങ്ങൾ പറയുമ്പോൾ അതല്ലാതെ ട്രംപ് ഇക്കാര്യം സമ്മതിക്കുമെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? വെനസ്വേലയിൽ നിന്ന് നമ്മൾ വാഗ്ദാനമെങ്കിലും ഇന്ത്യയുടെ ഭാഗത്ത് നമുക്ക് വെനസ്വേലയിൽ നിന്ന് വാങ്ങിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. നമ്മൾ പണ്ട് വെനസ്വേലയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ടിരുന്നതാ, ഇറാനിൽ നിന്ന് ഇറക്കിക്കൊണ്ടിരുന്നതാ. ഈ ട്രംപിന്റെ ഈ തിട്ടൂരങ്ങൾ വന്നപ്പോഴല്ലേ നമ്മൾ അതിൽ വിഡ്രോ ചെയ്ത് റഷ്യയിലേക്ക് പോയത്. നമ്മൾ വെനസ്വേലയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്, അതുപോലെ ഇനിയും വാങ്ങിക്കാൻ നമ്മൾ തയ്യാറാണ്. നമുക്കെന്താ പ്രശ്നം? ഇതിനകത്ത് ചില കാര്യങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ട്രേഡ് എഗ്രിമെൻ്റ് എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് ഗുണമാകുന്ന ഒരു ട്രേഡ് എഗ്രിമെൻറ്റിൽ എന്തിനാണ് അമേരിക്ക ഒപ്പിടുന്നത് അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയൻ ഒപ്പിടുന്നത്? ഈ ബൈലാറ്ററൽ ബെനിഫിറ്റ് ഉള്ള ഒരു എഗ്രിമെന്റ് നടക്കുള്ളൂ. നമ്മൾ തമ്മിലാണെങ്കിലും അങ്ങനെ ഇല്ലെങ്കിൽ നടക്കില്ല. രണ്ടുപേർക്കും ഗുണകരമാകുന്ന അതിനെ നിങ്ങൾ ഇന്ത്യക്ക് ഗുണകരമല്ലാത്തത് എന്നാക്കി തീർക്കുകയാണ് ചെയ്യുന്നത്. ഇതിന്റെ ഫുൾ എഗ്രിമെന്റ് ആയിട്ടില്ല എന്ന് ഇന്ന് ഈ പാർലമെന്റിൽ നൽകിയ പ്രസ്താവനയിൽ അദ്ദേഹം പറയുന്നുമുണ്ട് വാണിജ്യമന്ത്രി. ആ സമയത്ത് കരാറിന്റെ വ്യവസ്ഥകൾ പുറത്തു വരുമെന്നാണ്. അല്ല, ഒന്ന് ഇപ്പം നമുക്കറിയാമല്ലോ, ഇപ്പം ഈ ആധുനിക ലോകത്ത് മറ്റ് രാജ്യങ്ങളുമായിട്ട് ട്രേഡ് നടത്താതെ ഉത്തര കൊറിയയുടെ ഭരണാധികാരി ജീവിക്കുന്ന പോലെ ആ രാജ്യത്തെ ആളുകളും വ്യവസായവും മാത്രമായിട്ട് നമുക്ക് പറ്റത്തില്ല. ലോകം ചുരുങ്ങിയ ഒരു മാർക്കറ്റ് ആയിരിക്കുകയാണ്. നമുക്ക് ഇവിടെ വേണുഗോപാൽ സാർ പറഞ്ഞ പോലെ ഏത് രാജ്യത്തു നിന്നും ക്രൂഡോ അല്ലെങ്കിൽ ഭക്ഷ്യധാന്യങ്ങളോ ഇതൊക്കെ നമുക്ക് ഇറക്കുമതി ചെയ്യാനും കയറ്റുമതി ചെയ്യാനുള്ള എല്ലാ സ്വാതന്ത്ര്യങ്ങളുമുണ്ട്. പക്ഷെ പ്രശ്നം എവിടെയാണ്? ഈ അമിതമായ ഇറക്കുമതി നമ്മുടെ ഇവിടുത്തെ പരമ്പരാഗതമായിട്ട്, കാരണം ഇവിടെ 80% ആളുകളും കാർഷിക മേഖലയിൽ ഇപ്പോഴും നമ്മൾ വ്യവസായവൽക്കരിക്കപ്പെട്ട ഒരു രാജ്യമല്ല. അമേരിക്ക നേരെ തിരിച്ചാണ്. അപ്പോൾ അവിടെ ഉൽപ്പാദിപ്പിക്കുന്ന ഈ വലിയ വ്യവസായങ്ങളുടെ സഹായത്തോടെ ഉൽപ്പാദിപ്പിക്കുന്ന കാർഷിക മേഖലയുടെ ഉൽപ്പന്നങ്ങൾ, വൻകിട തോട്ടങ്ങൾ, ഇപ്പോൾ ട്രീ നട്ട്സ് എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ മുഴുവൻ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ അത് നമ്മുടെ രാജ്യത്തിന് അത് തന്നെയാണല്ലോ ഇതിൻ്റെ ഒരു കണ്ടന്റ് എന്ന് പറയുന്നതാണല്ലോ. രണ്ട് രാജ്യങ്ങൾ തമ്മിൽ കരാറുണ്ടാകുമ്പോൾ അത് രണ്ട് രാജ്യങ്ങൾക്കും ദോഷ്യമുണ്ടാകാൻ പാടില്ല. കാരണം ഇത് എന്താ പറഞ്ഞ ഈ മത്സര യുഗത്തിൽ നമുക്ക് നമ്മളെ ചൂഷണം ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ അവർക്കും ചൂഷണം ഉണ്ടാകാൻ പാടില്ല. ഇവിടുത്തെ കൃഷിക്കാർക്കും ഗുണം, അവിടുത്തെ വ്യവസായികൾക്കും ഗുണം ഉണ്ടാകത്തക്ക രീതിയിൽ കരാർ ഉണ്ടാകണം എന്ന് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ ഇന്ത്യയും യൂറോപ്യൻ യൂണിയനുമായി കരാർ ഉണ്ടാക്കിയതോടുകൂടി ട്രംപ് പ്രതിരോധത്തിലായി. ആ കാര്യം കോൺഗ്രസ് അംഗീകരിക്കുന്നുണ്ടോ? അല്ല, അത് സ്വാഭാവികമല്ലേ. ആ സ്വാഭാവികമായി വരുന്ന എന്താ പറഞ്ഞ നമുക്ക് ട്രംപിന് നേരെ ഒരു ഭീഷണിയുടെ സ്വരത്തിൽ തന്നെ നമുക്ക് തല ഉയർത്തി നിൽക്കാൻ കഴിയുന്ന ഒരു ഘട്ടത്തിൽ ട്രംപ് നമ്മളുമായിട്ട് കരാറുണ്ടാക്കുകയും ആ കരാറിലൂടെ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് മുഴുവൻ യാതൊരു നികുതിയുമില്ലാതെ ഇന്ത്യയിലേക്ക് ഇതാ കടത്തിവിടാൻ പോകുന്നു എന്ന് അദ്ദേഹം പറയുമ്പോൾ അതങ്ങനെയല്ല എന്നുള്ള കാര്യം, അത് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ആ ചോദ്യങ്ങൾക്ക് മറുപടി പറയാം. ഈ പ്രസ്താവന വായിച്ചു നോക്കുമ്പോൾ, പീയൂഷ് ഗോയലിന്റെ പ്രസ്താവന വായിച്ചു നോക്കുമ്പോൾ അദ്ദേഹം 18% തീരുവയുടെ കാര്യം പറയുന്നുണ്ട്. അതായത് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുമ്പോഴുള്ള ഇറക്കുമതി തീരുവ. പക്ഷേ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുമ്പോഴുള്ള ഇറക്കുമതി തീരുവ, തിരിച്ച് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുമ്പോഴുള്ളതിനെ കുറിച്ച് മിണ്ടുന്നുമില്ല. ഒരു തീരുവ മാത്രം പറയുന്നു. അല്ല, അവര് 18% എല്ലാ കാര്യത്തിലും അല്ല, അവരുടെ 18% പറയുന്നുണ്ട്. അമേരിക്ക ഈടാക്കുന്ന 18% കാര്യം പറയുന്നുണ്ട്. പക്ഷേ ഇന്ത്യ തീരുവ ഈടാക്കില്ല എന്നുള്ള കാര്യത്തിൽ മൗനമാണ്. തിരിച്ചുകൊണ്ട്, അതായത് നമുക്കും സീറോ ട്രേഡ് നടത്താനുള്ള അവസരമുണ്ട്. അത് ചില ഐറ്റംസിന് മാത്രമാണ്, അവർക്കും അതുപോലെ ഉണ്ട്. നമുക്ക് കിട്ടാത്ത ചില സാധനങ്ങളുണ്ട്, മിനറൽസ്, ചില റെയർ മിനറൽസ്, അല്ലെങ്കിൽ നമ്മുടെ ഫാർമസ്യൂട്ടിക്കൽസിന് ആവശ്യമായ ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ ചിപ്പുകൾ നിർമ്മിക്കുന്നതിന് ആവശ്യമായ ചില ഇങ്ങനെയുള്ള ചില അത്യാവശ്യ രംഗങ്ങളിൽ നമ്മളതുപോലെ അത് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ കാർഷിക രംഗത്തും ഡയറി രംഗത്തും നമുക്ക് വലിയ ദോഷം വരാത്ത ചില കാര്യങ്ങൾ, നമ്മൾ ഒരുപാട് സാധനം അങ്ങോട്ട് കയറ്റുമതി ചെയ്യുമ്പം ചില സാധനങ്ങൾ ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുന്നതിന് ഒരു എഗ്രിമെൻറ്റ് ഉണ്ടാവുകയില്ല എന്ന് പറയാൻ പറ്റില്ല.
ഉദാഹരണമായിട്ട് ഇപ്പോൾ ഡയറി പ്രോഡക്ട്സിൻ്റെ കാര്യം പറയുന്നു. ഈ ചില റെയർ ചീസുകളുണ്ട്, ഈ മിക്സ് ചെയ്ത ചില കെമിക്കലൊക്കെ ഉള്ള ഒരു പിന്നെ മസാല വരുന്ന ചിലതരം ചീസുകളുണ്ട്. ആ ചീസ് ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. അത്തരത്തിലുള്ള ചിലതിന് 1 or 2% ചിലപ്പോൾ നമ്മൾ അനുവദിച്ചു കൊടുത്തിരിക്കും. എന്ന് പറഞ്ഞത് ഇന്ത്യയിലെ ചീസ് ഉൽപ്പാദനത്തിനെ ഒരിക്കലും ബാധിക്കില്ല, നമ്മുടെ എക്സ്പോർട്ടിനെ ബാധിക്കില്ല. നമ്മുടെ പ്രോഡക്റ്റ് നമുക്കിവിടെ ഇല്ലാത്തൊരു പ്രോഡക്റ്റാണ് അവിടുന്ന് ഒരു സ്പെഷ്യൽ ചീസ് ഇറക്കുമതി ചെയ്യുന്നത്. അത് നമ്മുടെ ചില കടകളിലെ ഷെൽഫിലിരിക്കും. ആവശ്യമുള്ള ചിലരത് ടെസ്റ്റ് ചെയ്ത് നോക്കും, വാങ്ങിക്കും, അത്രയേ ഉള്ളൂ. ഇതിൻ്റെ ഇരട്ടി സാധനങ്ങൾ നമ്മൾ അപ്പുറത്തോട്ടും കൊടുക്കുകയുണ്ടാവും. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇത് പർച്ചേസ് ചെയ്യുന്നവൻ്റെ കയ്യിലായിരിക്കുന്നത്. അമേരിക്കയിൽ നമ്മുടെ പ്രോഡക്ട്സ് വാങ്ങിക്കാൻ ആളുണ്ട്, നമ്മുടെ തുണിത്തരങ്ങൾ വാങ്ങിക്കാൻ ആളുണ്ട്, നമ്മുടെ ജ്വല്ലറി വാങ്ങിക്കാൻ ആളുണ്ട്, നമ്മുടെ ഹാൻഡിക്രാഫ്റ്റ്സ് വാങ്ങിക്കാൻ ആളുണ്ട്, നമ്മുടെ ഫുഡ് പ്രോഡക്ട്സ് പ്രോസസ്ഡ് ഫുഡ് വരെ വാങ്ങിക്കാൻ ആളുണ്ട്, നമ്മുടെ ഫിഷിൻ്റെ വിവിധ വെറൈറ്റീസ് വാങ്ങിക്കാൻ ആളുണ്ട്. അതുപോലൊരു മാർക്കറ്റ് ഇന്ത്യയിൽ അമേരിക്ക കിട്ടണമെന്നില്ല. ഇവിടെ ഇറക്കിയാൽ പോരല്ലേ, ഇറക്കിയാൽ വിൽക്കണ്ടേ? അപ്പോൾ ഇതും കൂടെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതെല്ലാം കണ്ടുകൊണ്ട് ഇതിൻ്റെ ഒരു സന്തുലിത അവസ്ഥ കണക്കിലെടുത്തായിരിക്കും ഒരു കരാറിലേക്ക് പോകുന്നത്. ചില സാധനങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ ഒരു ശകലം പോലും ഇറക്കുമതി ചെയ്യില്ല എന്ന് പറയുന്നത് ചിലതിൽ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും. കാരണം അത് എഗ്രിമെൻ്റ് അല്ലേ. നേരത്തെ താങ്കൾ പറഞ്ഞ പോലെ വിൻ വിൻ സിറ്റുവേഷനാണ് വേണ്ടത്. അല്ലാതെ ഇന്ത്യക്ക് മാത്രം ജയിക്കാനായിട്ടുള്ള ഒരു എഗ്രിമെൻറ്റിന് ട്രംപ് എന്തിനാണ് പോകുന്നത്? ട്രംപിനെ പോലുള്ള അത്യാഗ്രഹി അല്ലെങ്കിൽ ഒരു ബുള്ളി എന്തിനാണ് ഇന്ത്യക്ക് വേണ്ടി മാത്രം കീഴടങ്ങാൻ വരുന്നത്? അദ്ദേഹം വരുമോ? എന്തിന് പിന്നെ നമ്മുടെ അയൽ രാജ്യങ്ങൾ പോലും വരില്ലല്ലോ. നമ്മളിപ്പോൾ ശ്രീലങ്കയായിട്ടൊരു എഗ്രിമെന്റ് വെക്കുന്നു, ശ്രീലങ്കയ്ക്കും കൂടെ ഗുണം വരുന്ന ഒരു കാര്യത്തിനല്ലേ ശ്രീലങ്ക. ഞാൻ ഈ സ്റ്റേറ്റ്മെന്റ് വായിച്ചു നോക്കിയപ്പോൾ അതിനകത്ത് പല പൂരിപ്പിക്കപ്പെടാതെ പോയ കാര്യങ്ങളുമുണ്ട്. അതിൽ കൂടുതൽ കമന്റ്സുകൾ പോലും വന്നിട്ടുള്ളത് ഈ കോർ സെൻസിറ്റിവിറ്റീസ് എന്ന് പറയുന്നത് ആ ഏരിയ സ്പെസിഫൈ ചെയ്യണം എന്നുള്ളതാണ്. ശ്രീ ശ്യാംരാജ്, നോക്കൂ, അതാണ് ഞാൻ മഞ്ജുഷ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. നോക്കൂ, ഇത് സ്പെസിഫൈ ചെയ്യും. അതായത് അതാണ് ഞാൻ പറഞ്ഞത്, ഈ എഗ്രിമെന്റ് മുഴുവൻ നമ്മുടെ കയ്യിലോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് പോവല്ലേ. ഒരു ഇന്ത്യ പോലെ ഒരു അത് അന്നും ഇന്നും അത് കോൺഗ്രസിന്റെ കാലഘട്ടത്തിലാണെങ്കിലും ഞങ്ങളുടെ കാലഘട്ടത്തിലേക്കാണെങ്കിലും ഒരു എഗ്രിമെന്റ് ജനങ്ങൾക്ക് മുമ്പിലോട്ട് വയ്ക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പറ്റുമോ? ഇത് ഈ തോക്കിൽ കയറി ഇവരെന്തിനാണ് വെടിവെക്കുന്നത്? അവിടെയല്ലേ പ്രശ്നം. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു പുകമറ സൃഷ്ടിക്കുകയാണ്. ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് എന്തായാലും നമ്മുടെ മുമ്പിലോട്ട് വരും. സംയുക്ത പ്രസ്താവന അടക്കമുള്ള കാര്യങ്ങൾ നമ്മുടെ മുമ്പിലോട്ട് വരും. ആ സമയത്ത് തീർച്ചയായിട്ടും നമുക്ക് ചർച്ച ചെയ്യാം. അതിന് മുന്നോടിയായിട്ട് നമുക്ക് എന്താണ് ചെയ്യാൻ വേണ്ടി പറ്റുക? അതിന് മുന്നോടിയായിട്ട് പ്രധാനമന്ത്രിക്ക് പറയാൻ വേണ്ടി പറ്റുന്നത് കർഷകരുടെ താല്പര്യത്തെ ഹനിക്കുന്ന ഏതെങ്കിലും ഒരു നടപടി ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. അതന്നല്ലേ ശ്രീ പീയൂഷ് ഗോയലും പറഞ്ഞത്. ഇവിടെ കോൺഗ്രസ് പാർട്ടി വിചാരിക്കുന്നത് എന്താ, നമ്മളൊക്കെ സ്കൂളിൽ വന്നിട്ട് സ്കൂളിലെ കുട്ടികൾ വന്നിട്ട് നീ വാടാ നീ പോടാന്ന് പറയില്ലേ, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും രാജ്യങ്ങൾ വെല്ലുവിളിക്കണം എന്നാണ്. ഒരു എഗ്രിമെന്റിന്റെ അതിനകത്ത് നമുക്ക് ഗുണമാണോ ദോഷമാണോ ഉണ്ടാവുക എന്നുള്ള നമ്മുടെ വാക്കുകളിലാണോ ഇരിക്കുന്നത്, അതെയോ എഗ്രിമെന്റിൽ എഴുതി ചേർക്കപ്പെട്ടതിനാണോ ഇരിക്കുന്നത്? നോക്കൂ, നമ്മൾ എന്തെങ്കിലും വിളിച്ചാൽ ഇവർ പറയുന്നതാണ്, നിങ്ങൾ എന്തുകൊണ്ടൊന്നും മിണ്ടിയില്ല. മിണ്ടിയിട്ടെന്താണ്? മിണ്ടേണ്ട സമയത്ത് വീണ്ടും അത് പ്രവർത്തിക്കുകയാണ് ചെയ്യേണ്ടത്. ആ പ്രവർത്തനത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, അല്ലെങ്കിൽ ആ പ്രവർത്തനത്തിലൂടെ നമ്മുടെ രാജ്യത്തിന് എന്തെങ്കിലും നഷ്ടമുണ്ടോ, നമ്മുടെ കർഷകരുടെ താല്പര്യങ്ങൾ ബലികഴിക്കപ്പെട്ടിട്ടുണ്ടോ എന്നല്ലേ നോക്കേണ്ടത്. ഇവിടെ തുടക്കം മുതൽ നിങ്ങൾ നോക്കും. ഇപ്പോൾ അമേരിക്ക ആദ്യം 50% അധിക ചുങ്കം ചുമത്തിയപ്പോൾ ഇവർ പറഞ്ഞെന്താ, മോദിക്ക് നരേന്ദ്രമോദിക്ക് കേന്ദ്ര സർക്കാരിൽ മറ്റു രാജ്യങ്ങളുമായിട്ടുള്ള സമ്പർക്കം ചെയ്യാൻ വേണ്ടിയിട്ട് അറിയത്തില്ല, അവരുമായിട്ടുള്ള ഡീൽ അറിയത്തില്ല എന്നല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇന്നും എത്രയോ താഴ്ത്തിയിട്ട് 18% അന്ന് ഇപ്പൊ ഇവർ പറയുന്നത് എന്താണ്, വീണ്ടും ട്രംപിന് കീഴടങ്ങി. അതായത് ഇവർക്ക് എന്തെങ്കിലും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. ഞാനിപ്പോ ഇന്നിപ്പം വാർത്തകളിൽ നിന്നൊക്കെ നാഷണൽ മീഡിയസിൽ നിന്നൊക്കെ പാർലമെന്റിൽ നടത്തിയ പ്രസ്താവനയുടെ പൂർണ്ണ രൂപം ട്വിറ്ററിലും വന്നിട്ടുണ്ട്. അതിന് താഴെയുള്ള കമന്റ്സിൽ ബ്രൂക്ക് റോളിൻസിന്റെ ട്വീറ്റ് കൂടി വന്നിട്ടുണ്ട്, സെക്രട്ടറിയുടെ അമേരിക്കയിൽ നിന്നുള്ള. അതിനകത്ത് പറയുന്നുണ്ട്, ഇൻ 2024 അമേരിക്കാസ് അഗ്രികൾച്ചറൽ ട്രേഡ് ഡെഫിസിറ്റ് വിത്ത് ഇന്ത്യ വാസ് $1.3 billion. India's growing population is an important market for American agricultural products and today's deal will go a long way to reducing this deficit എന്നാണ്. അതായത് ഇന്ത്യയിലെ കാർഷിക മേഖല തുറന്നു കൊടുത്തിട്ടുണ്ട് എന്നാണ് അമേരിക്കയുടെ അവകാശവാദം വന്നിരിക്കുന്നത്. 2024 ഡെഫിസിറ്റ് അത് മറികടക്കുവാൻ കഴിയുമെന്നാണ് അതിനകത്ത്. അതിനകത്തും കൃത്യമായിട്ട് പറഞ്ഞിട്ട് നോക്ക്. ഇപ്പൊ അരി, ചോളം, ഗോതമ്പ്, മില്ലറ്റ്സ്, ജനിതക വിളകൾ, പാല് എന്നിവയ്ക്ക് സംരക്ഷണം നൽകുമെന്നുള്ളത് നമ്മുടെ പ്രഖ്യാപിത നിലപാടാണെന്ന്. പക്ഷെ അമേരിക്കയുടെ അവകാശവാദം മറിച്ചാണ്. സ്വാഭാവികമായിട്ട് അവിടെ പറയട്ടെ, അവരിങ്ങോട്ട് അവര് അരി ഇറക്കുമതി ചെയ്യുമെന്ന് പറഞ്ഞോ, മില്ലറ്റ്സ് ഇറക്കുമതി ചെയ്യുമെന്ന് പറഞ്ഞു, ചോളം ഗോതമ്പ് ഇറക്കുമതി ചെയ്യുമെന്ന് പറഞ്ഞു? ഇല്ലല്ലോ.
പക്ഷെ അവര് അമേരിക്കയുടെ ആ ഒരു വന്നിരിക്കുന്ന നഷ്ടമുണ്ടല്ലോ, ആ നഷ്ടം നികത്തുവാൻ ഈ എഗ്രിമെന്റിലൂടെ കഴിയും. ഇവിടെ ഇല്ലാത്തവ അങ്ങനെയല്ലെന്ന് ഇവിടെ ഇല്ലാത്തവ വരുന്നുണ്ടാവാം. ഞാൻ പറഞ്ഞത് അല്ലാത്ത രീതിയിൽ നമ്മുടെ അതാണ് ഞാൻ പറഞ്ഞത്, കർഷകരുടെ താല്പര്യത്തെ ഹനിക്കുന്ന രീതിയിൽ ഒന്നും ചാൻസ് ഇല്ല. ഒരു കാര്യം കൂടി, ഇപ്പൊ പുറത്തു വരുന്ന റിപ്പോർട്ട് അനുസരിച്ചിട്ട് നമ്മള് 0% താരിഫിൽ നമ്മൾ കയറ്റുമതി ചെയ്യുന്നത് $4 ബില്യൺ ട്രേഡാണ് നമ്മൾ അമേരിക്കയോട് ചെയ്തിരുന്നത്. ഇനി ഈ എഗ്രിമെന്റ് വരുന്നതിന് ശേഷം 0% താരിഫിൽ 10 ബില്യൺ വരുമെന്നാണ് പറയുന്നത്, ആക്കി ഉയർത്തുമെന്നാണ് പറയുന്നത്. അത് നമുക്ക് നഷ്ടമാണോ ലാഭമാണോ? നിലവിൽ പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ചിട്ട് കോൺഗ്രസ് പാർട്ടി പറയുന്ന പോലെ തന്നെ എത്രയോ കൂടുതൽ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളല്ല പറയുന്നത്. അതിനൊക്കെ അപ്പുറത്തേക്ക് 50% എന്നുള്ള താരിഫ് ഇപ്പൊ എവിടെ എത്തി? അമേരിക്ക ഏറ്റവും കുറച്ച് താരിഫ് കൊടുക്കുന്നത് ഒന്ന് യൂറോപ്യൻ യൂണിയനാണ്, ഒന്ന് UK-ക്കും പിന്നെ യൂറോപ്യൻ യൂണിയനും. അതിനുശേഷം 18% ഇന്ത്യക്കാണെന്നേ. ഇവര് ഈ ഓപ്പറേഷൻ സിന്ദൂർ നടന്നുകൊണ്ടിരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ പറഞ്ഞെന്താണ്? പാകിസ്ഥാനാണ് അമേരിക്കയുടെ സഖ്യം അല്ലെങ്കിൽ അവരുടെ മിത്രം എന്ന് പറഞ്ഞിട്ടല്ലേ. അവർക്ക് പോലും ഇന്ത്യയേക്കാൾ കൂടുതൽ ടാക്സ് ആണെന്ന്, ഇന്ത്യക്കാൾ കൂടുതൽ താരിഫ് അമേരിക്ക ചുമത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു ട്രേഡ് ഡീൽ വരുമ്പോൾ അത് നല്ലതാണോ, നമുക്ക് പറ്റാത്തതാണോ? ഇനി അതിനൊക്കെ അപ്പുറത്തേക്ക് എങ്ങനെയാണ് 2014 നരേന്ദ്രമോദി ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിട്ട് വരുമ്പോഴത്തേക്ക് ഈ രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതി എന്തായിരുന്നു? 10ാമത്തെ 11ാമത്തെ ലോകത്തെ എക്കോണമി അല്ലായിരുന്നു. ഇന്നെന്താ 4ാമതായില്ലേ? 2027 മൂന്നാമതാകുന്നല്ല, 27 മൂന്നാമതാകുന്നല്ല പറയുന്നു. അങ്ങനെ ഈ രാജ്യം മുമ്പോട്ട് പോകുമ്പോൾ, അങ്ങനെ ഈ രാജ്യം സെൽഫ് ഇൻഡിപെൻഡന്റ് ആയിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ, ലോകത്തിലെ മുഴുവൻ GDP നിരക്ക് ഏറ്റവും കൂടുതൽ കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ രാജ്യത്തിന്റെ താല്പര്യങ്ങളെ ഹനിക്കുന്ന രീതിയിൽ ഒരു ഡീലിന് വേണ്ടിയിട്ട് ഈ സർക്കാർ പോകുമെന്ന് വിശ്വസിക്കുന്നവർ മണ്ടന്മാരല്ലേ? ശരി, ഈ കഴിഞ്ഞ 10 വർഷത്തിനകത്ത് ഈ രാജ്യത്തുണ്ടായിട്ടുള്ള മാറ്റങ്ങളെ കുറിച്ചിട്ട് എത്ര കണ്ണടച്ച് അല്ല, ഒന്ന് അമേരിക്ക ഇതിന്റെ അകത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ, ദ ഗ്രോവിംഗ് പോപ്പുലേഷൻ ഓഫ് ഇന്ത്യ. അതാണ് അവർ കണ്ണുനട്ടിരിക്കുന്നത്. കാരണം അവർക്ക് അവരുടെ ആകെ ജനസംഖ്യ എന്ന് പറഞ്ഞാൽ ഉത്തർപ്രദേശിലെ ജനസംഖ്യയ്ക്ക് സമാനമായ ജനസംഖ്യ. നമ്മുടെ 28 സംസ്ഥാനങ്ങളിലെ ഒരു സംസ്ഥാനമായ ഉത്തർപ്രദേശിന്റെ ജനസംഖ്യയുള്ളൂ അമേരിക്കയുടെ മൊത്തം ജനസംഖ്യ. അപ്പോൾ അവരുടെ മാർക്കറ്റിന്റെ വ്യാപ്തി എത്രയുണ്ടെന്നുള്ള. അപ്പോൾ അവർ നേരെ തിരിച്ചു നോക്കുമ്പോൾ 140 കോടി ജനങ്ങളുടെ ഒരു മാർക്കറ്റ്, ആ മാർക്കറ്റ്, അതാണ് അവിടുത്തെ അഗ്രികൾച്ചർ സെക്രട്ടറി പറഞ്ഞത്, ഇത് നമുക്ക് തുറന്നു കിട്ടിയിരിക്കുകയാണ്, നമ്മുടെ ഒരു സുവർണ അവസരം ആണ് എന്നുള്ളത്. അതിനെ ഫലപ്രദമായിട്ട് എന്താ പറയുക, തടയാൻ, ബ്ലോക്ക് ചെയ്യാനുള്ള നടപടികൾ നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല എങ്കിൽ ഭാവിയിൽ നമുക്കത് ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇപ്പൊ ശ്യാംരാജ് പറഞ്ഞ രാജ്യത്തിന്റെ വളർച്ചയെ കുറിച്ച്, ശ്യാംരാജ് ഇനിയിപ്പോ നിങ്ങൾ 10 സമ്മതിച്ചല്ലോ, ഈ 10 ഇന്ത്യ എത്തിയത് 192 രാജ്യങ്ങളിൽ നിന്ന് 10ാമത് എത്തിയത് അത് എന്താ പറയുക, ചാടി അങ്ങനെ സ്വയംഭൂവായിട്ടൊന്നും വന്നതല്ലോ. ഇവിടെ കഴിഞ്ഞ 12 വർഷം അല്ലെ 11 വർഷത്തിന് മുമ്പ് ഉണ്ടായ രാജ്യത്തിന്റെ വികസനങ്ങൾ, ആ വികസനത്തിന്റെ തുടർച്ച അടുത്ത് വരുന്ന ഗവൺമെന്റുകൾക്ക് ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അത് മറിച്ച് 2014 മുമ്പ് രാജ്യം ആഫ്രിക്കൻ വനാന്തരങ്ങൾ മാതിരിയായിരുന്നു, ഞങ്ങളാണ് ഈ വികസനങ്ങൾ മുഴുവൻ കൊണ്ടുവരുന്നത് എന്നുള്ള വാദഗതിയൊക്കെ നിങ്ങൾക്ക് ഉയർത്താം, ആ കാര്യത്തിലൊന്നും തർക്കമില്ല. പക്ഷെ ഇവിടെ ഞങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യം, ആ ചോദ്യം അത് ഇവിടെ പറഞ്ഞ ഒരു കാര്യമാണത് പ്രസക്തമായി. ഒരു കരാർ ഏർപ്പെടുമ്പോൾ കരാറിലെ ഒരു കക്ഷി ഇന്നതാണ് വ്യവസ്ഥകൾ എന്ന് പറയുമ്പോൾ അടുത്ത കക്ഷിയോട് അതാണോ എന്ന് ഞങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾ ചോദിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ആ പറച്ചിലാണ് അത് തെറ്റ് എന്നുള്ളതാണ്. ഇനി ഇതിന്റെ വിവരങ്ങളെല്ലാം പുറത്തു വരുമെന്ന് പറയുന്നത് ശരിയാണെന്നേ, പുറത്തു വരാതെ പറ്റത്തില്ലല്ലോ. അത് പുറത്തു വരാൻ പോകുമ്പോൾ എന്തുകൊണ്ട് ഇതിനെ മറച്ചു വെക്കുന്നു അല്ലെങ്കിൽ രഹസ്യമായി വെക്കുന്നു എന്നുള്ളൊരു ചോദ്യമാണ്. ആ ചോദ്യത്തിന്റെ ഉത്തരം അത് കിട്ടുന്നത് വരെ പ്രതിപക്ഷം ചോദ്യം ചോദിച്ചുകൊണ്ടേയിരിക്കും. ആ ചോദ്യത്തെ അതിനുള്ള മറുപടി അദ്ദേഹം നൽകിയിരിക്കുന്നത്, അദ്ദേഹം പാർലമെന്റിൽ വാണിജ്യമന്ത്രി നൽകിയിരിക്കുന്ന മറുപടിയിൽ പറയുന്നത്, ദ Details of the agreement will be announced shortly after completion of these process എന്നാണ്. അതായത് ടെക്നിക്കൽ പ്രോസസ്സുകൾ അദ്ദേഹം പറയുന്നുണ്ട്. ദ നെസസറി ടെക്നിക്കൽ പ്രോസസ് ആൻഡ് ഫൈനലൈസ് ദ പേപ്പർ വർക്ക് റിലേറ്റഡ് ടു ദ ട്രേഡ് ഡീൽ. ഇതാണ് അദ്ദേഹം പറയുന്നത്. അത് കഴിഞ്ഞാൽ ഉടൻ തന്നെ വൈകാതെ തന്നെ പുറത്തു വരുമെന്നാണ്. ഒരു പാർട്ടി ഇന്നതാണ് ഈ എഗ്രിമെന്റിലെ വ്യവസ്ഥകൾ എന്ന് പറയുമ്പോൾ അടുത്ത പാർട്ടി ഇത് അല്ല, ഇല്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളിൽ ശരിയില്ല എന്നുള്ള കാര്യം ഒന്ന് പറയണ്ടേ. എഗ്രിമെന്റ് വ്യവസ്ഥകൾ പുറത്തു വരും എന്ന് പറയുന്നു, അതല്ലല്ലോ നമ്മൾ ചോദിക്കുന്ന ഇപ്പോഴത്തെ ചോദ്യം. ഇവരിന്നതുപോലെ പറഞ്ഞിരിക്കുന്നു, ആ കാര്യത്തെക്കുറിച്ച് നമ്മുടെ മറുപടി എന്താണ്? അപ്പൊ ചോദ്യം ചോദിക്കാൻ പാടില്ല, ഇനി ഭാവിയിൽ ഇത് വരും എന്നുള്ളത്. ആ വരും എന്നുള്ള ചോദ്യമല്ല നമുക്ക് വേണ്ടത്. അല്ല, ഈ ഊർജ്ജ മേഖലയിലെ കാര്യം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് എനിക്ക് തോന്നുന്ന ഈ റഷ്യൻ എണ്ണയുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണെന്ന് തോന്നുന്നു. അതിൽ വിശ്വാസ്യത ഉണ്ടോ ശ്രീ സേനാപതി വേണു? അത് ഇങ്ങനെയാണ്. അല്ല, നമുക്ക് പെട്ടെന്നേ മഞ്ജുഷേ, നമുക്ക് അങ്ങനെ റഷ്യയുമായിട്ടുള്ള ഒരു കരാറ്, ആ കരാർ ഏകപക്ഷീയമായിട്ട് റദ്ദാക്കിക്കൊണ്ട് നമ്മൾ ഇനി അവിടുന്ന് എണ്ണ വാങ്ങില്ല, നമ്മൾ വെനസ്വേലയിൽ നിന്നും റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങും എന്ന് പറഞ്ഞാൽ ആ പ്രഖ്യാപനത്തെ നമുക്ക് വിശ്വാസത്തിൽ എടുക്കാനായിട്ട് കഴിയുകയില്ല. അപ്പോൾ ട്രംപ് പറഞ്ഞ നുണയെന്നാണല്ലോ. അപ്പോൾ കേന്ദ്രത്തെ താങ്കൾ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ്.
ഏതാ? അത് ട്രംപ് പറഞ്ഞപ്പോൾ നുണയാണ് ട്രംപ് അവകാശപ്പെട്ടത്. അല്ല, ഞാൻ പറഞ്ഞത് അങ്ങനെ കരാർ അല്ല, ട്രംപ് അങ്ങനെ അവകാശപ്പെട്ടിട്ടുണ്ട് എങ്കിൽ, ഇന്ത്യ അങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത് എങ്കിൽ അത് ഭാവിയിൽ നമുക്ക് വലിയ ദോഷം ചെയ്യും. നമ്മൾ എന്താ പറയുക, റഷ്യയുമായിട്ടുള്ള ഈ എണ്ണ ഡീല് അല്ലെങ്കിൽ വാങ്ങാനുള്ള കരാർ എങ്ങനെ അല്ല, അങ്ങനെ ചെയ്യില്ലെന്നാണ്. മാത്രമല്ല ആ പാരഗ്രാഫിൽ അത് വ്യക്തമാക്കിയിട്ടുമുണ്ട്. എൻഷുറിംഗ് ദ എനർജി സെക്യൂരിറ്റി ഓഫ് 1.4 ബില്യൺ ഇന്ത്യൻസ് ഈസ് എ സുപ്രീം പ്രയോറിറ്റി ഓഫ് ദ ഗവൺമെന്റ് എന്നാണ്. അല്ല, അത് ഏത് രീതിയിൽ വേണമെങ്കിൽ വ്യാഖ്യാനിക്കാൻ കേട്ടോ. മേഖലയിൽ രാജ്യത്തെ ജനങ്ങളുടെ താല്പര്യം സംരക്ഷിക്കുന്നതാണ്. അത് ഏത് രീതിയിൽ നമ്മൾ പറയുന്നത് ആ കരാറ്, റഷ്യയുമായിട്ടുള്ള എണ്ണ വാങ്ങുന്ന കരാറ്, ക്രൂഡ് ഓയിൽ വാങ്ങുന്ന കരാറ് ഏകപക്ഷീയമായിട്ട് നമുക്ക് റദ്ദാക്കാൻ പറ്റത്തില്ല. അപ്പോ ഇപ്പൊ അമേരിക്ക പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെറ്റ്. ഇന്ത്യ ഗവൺമെന്റ് അതിന് സമ്മതിച്ചിട്ടുണ്ട് എങ്കിൽ അത് നമ്മുടെ എന്താ പറഞ്ഞ മുന്നോട്ടുള്ള വളർച്ചയ്ക്ക് അല്ലെങ്കിൽ അത് ഇൻഫ്ലേഷന് കാരണമാകും എന്നാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. ഈ റിലീസിൽ താങ്കൾ എന്തെങ്കിലും അപാകത കാണുന്നുണ്ടോ? പലയിടത്തും ചില കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ട്. ചില ഗ്രേ ഏരിയാസ് ഉണ്ട്. ആ ഗ്രേ ഏരിയാസ് ഡിസ്കഷനിലൂടെയും ഫൈനൽ ഡ്രാഫ്റ്റ് വരുമ്പോഴേ അത് ക്ലിയർ ആക്കാൻ പറ്റുള്ളൂ. ഇപ്പം തന്നെ റഷ്യയുടെ എണ്ണ എന്ന് നമ്മൾ പൊന്നുപോലെ പറയുന്ന സാധനം ഉണ്ടല്ലോ, ഈ വാറ് തീർന്ന റഷ്യ ഇത് മാറ്റും. അവരും പെട്രോളിയത്തിൻ്റെ വില ഉയർത്തും. അന്ന് നമുക്ക് ചിലപ്പോൾ പിന്നെ ഇറാനിൽ നിന്ന് വാങ്ങിക്കാനാണോ അല്ലെങ്കിൽ വെനസ്വേലയിൽ നിന്ന് വാങ്ങിക്കാനാണോ കൂടുതൽ ലാഭം നോക്കിയാൽ അങ്ങോട്ട് പോകേണ്ടി വരും. അപ്പോൾ ഇതുകൊണ്ട് ഇതെല്ലാ ഓപ്ഷനും നമ്മൾ ഇട്ടുകൊണ്ടാണ് മുന്നോട്ട് നീങ്ങേണ്ടത്. ശ്രീ ജയശങ്കർ പണ്ട് പിന്നെ ഒരു 4 വർഷം മുമ്പായിട്ട് US-ലെ പിന്നെ യൂറോപ്യൻ യൂണിയനിലെ പത്രക്കാരോട് പറഞ്ഞു, ഞങ്ങൾക്ക് ഏറ്റവും ഗുണകരമായ പിന്നെ കച്ചവടം, വ്യാപാരം ആരോടിട്ട് നടത്താൻ പറ്റുമോ അതൊക്കെ നമ്മൾ ചെയ്യും. വി ആർ സ്മാർട്ട് ഇനഫ് ടു ഡു ദാറ്റ്. നിങ്ങൾ മാത്രമല്ല, ഞങ്ങൾക്കും അതേ സ്മാർട്ട്നെസ് ഉണ്ട് എന്ന് പറഞ്ഞത് അവർ കയ്യടിയോടുകൂടിയാണ് അന്ന് സ്വീകരിച്ചത്. അപ്പം നമുക്ക് ഇപ്പോൾ ഓപ്ഷൻസ് ഒരുപാടുണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പം നമ്മൾ ആദ്യം നമ്മളിത് മുട്ടിടിച്ച് നിൽക്കുകയായിരുന്നു. അമേരിക്കയുടെ ടാരിഫ് വന്നതോടുകൂടി നമുക്ക് എവിടെ പോകും? നമ്മുടെ $50 ബില്യൺ ട്രേഡ് അവിടെ വെച്ച് നിൽക്കുകയാണല്ലോ. 10 മാസമായിട്ട് നമ്മൾ വിഷമത്തിലായിരുന്നു. എന്നിട്ട് നമ്മൾ ആഫ്രിക്കയിലോടുന്നു, ലാറ്റിൻ അമേരിക്കയിലോടുന്നു, നമ്മുടെ നൈബറിങ് കൺട്രീസിലോടുന്നു, റഷ്യയിലോട്ട് പോകുന്നു, ചൈനയിൽ പോകുന്നു, എല്ലായിടത്തുമായിട്ട് നമ്മൾ ഓടി നടന്നെങ്കിലും നമുക്ക് അപ്പോൾ UK ഒരു പിടി കിട്ടി. ആ UK വെച്ചുകൊണ്ട് UK-യുമായി നമ്മൾ നടത്തിയ ട്രേഡിൻ്റെ ബെനിഫിറ്റ് കണ്ട ഉടനെ യൂറോപ്യൻ യൂണിയൻ വന്നു. യൂറോപ്യൻ യൂണിയൻ വന്നതോടുകൂടി അമേരിക്കയ്ക്ക് ഹാലിളകി. ട്രംപിന് നീക്കക്കള്ളിയില്ലാതായി. കാരണം ലോകം മുഴുവൻ ഇന്ത്യയുമായിട്ട് ട്രേഡ് നടത്തുന്നു, അമേരിക്ക മാത്രമില്ല. അതാണ് ഇപ്പോഴും വന്നിരിക്കുന്ന അവസ്ഥ. ആ അവസ്ഥയിൽ അദ്ദേഹത്തിന് മുന്നോട്ട് വരേണ്ടി വന്നു. മുന്നോട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും ട്രംപിൻ്റെ രീതി ഇങ്ങനെയാണ്. ട്രംപ് ഒന്നാണെങ്കിൽ 10 പറയും. ഒരു യുദ്ധം അവസാനിപ്പിച്ചെന്ന് പറഞ്ഞാൽ അദ്ദേഹം 10 യുദ്ധം അവസാനിപ്പിച്ചെന്ന് പറയും. ഒരു നോബൽ പ്രൈസ് കിട്ടണമെന്നുള്ളതിന് എനിക്ക് 10 നോബൽ പ്രൈസ് കിട്ടണമെന്ന് പറയുന്ന ലോകത്തെ ആരെങ്കിലും നമ്മൾ കേട്ടിട്ടുണ്ടോ? അതാണ് അദ്ദേഹത്തിൻ്റെ രീതി. നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിന് അദ്ദേഹത്തുമായിട്ട് തർക്കിക്കാൻ പോയാൽ എന്താ പറ്റുക? ഇപ്പോൾ പിന്നെ കോൺഗ്രസും രാഹുൽ ഗാന്ധിയും പറയുന്നത് ഈ എന്താ ഉരുളയ്ക്ക് ഉപ്പേരി എന്ന് പറഞ്ഞ പോലെ നമ്മൾ ട്രംപുമായിട്ട് തർക്കിച്ചാൽ ഇതെല്ലാം തകിടം മറിയും. നമ്മൾ ഒരാളുടെ രീതി, ഒരു രാജ്യത്തിൻ്റെ രീതിയെ കണ്ടല്ലേ അവരുമായിട്ട് ലൈസോൺ ചെയ്യേണ്ടത്, പബ്ലിക് റിലേഷൻ നടത്തേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ അവരുമായിട്ട് നെഗോസിയേഷൻ നടത്തേണ്ടത്. ആ നെഗോസിയേഷൻ അങ്ങനെ തന്നെ ചെയ്യും. ചൈനയുമായിട്ടുള്ള ഒരു രീതിയല്ല നമ്മൾ റഷ്യയുമായിട്ട് എടുക്കുന്നത്. റഷ്യയും ചൈനയുമായിട്ട് എടുക്കുന്ന രീതിയല്ല യൂറോപ്യൻ യൂണിയനുമായിട്ടുള്ളത്. യൂറോപ്യൻ യൂണിയൻ്റെ രീതിയല്ല അമേരിക്കയുമായിട്ട് വേണ്ടത്. പ്രത്യേകിച്ച് ട്രംപാണ് അവിടുത്തെ US പ്രസിഡന്റ് എന്നെങ്കിൽ നമ്മൾ എടുക്കുന്ന രീതികൾ തികച്ചും വ്യത്യസ്തമായിരിക്കും. വരും ദിവസങ്ങളിൽ കരാറിന്റെ വിവരങ്ങൾ പുറത്തു വന്നേ തീരൂ, പുറത്തു വരിക തന്നെ ചെയ്യും. നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറിൽ രഹസ്യങ്ങൾ ഉണ്ടോ? ഉണ്ട് എന്ന് 68% പ്രേക്ഷകർ, ഇല്ല എന്ന് 29%. ഫ്രൈഡേ വരെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം. വിദേശത്ത് നിന്ന് നാട്ടിലേക്ക് മടങ്ങുന്ന പ്രവാസികൾക്കും വിനോദസഞ്ചാരികൾക്കും ഏറെ ആശ്വാസം നൽകുന്ന ഒന്നാണ് സ്വർണം കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട നിയമപരിഷ്കാരങ്ങൾ. വർഷങ്ങളായി പ്രവാസി സംഘടനകളും സാധാരണക്കാരായ യാത്രക്കാരും ഉന്നയിച്ചിരുന്ന ആവശ്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് വിദേശത്ത് നിന്ന് കൊണ്ടുവരാവുന്ന സ്വർണ്ണാഭരണങ്ങളുടെ നികുതിരഹിത പരിധി കേന്ദ്ര സർക്കാർ ഗണ്യമായി വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. പുതിയ നിയമപ്രകാരം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അനുവദനീയമായ സ്വർണത്തിന്റെ അളവിൽ വന്ന മാറ്റം കേവലം അക്കങ്ങളിലെ വർധനവ് മാത്രമല്ല, മറിച്ച് മാറുന്ന സാമ്പത്തിക സാഹചര്യങ്ങളെയും സ്വർണ്ണവിലയിലെ കുതിച്ചുചാട്ടങ്ങളെയും സർക്കാർ തിരിച്ചറിയുന്നു.